ഒരു രാത്രി അനന്തമായി നീളുന്ന സമുദ്രത്തിന്റെ ഇരുണ്ട വെള്ളത്തിന് മുകളിൽ നക്ഷത്രങ്ങൾ ശാന്തമായി തിളങ്ങുന്ന ഒരു നിമിഷമൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. കാറ്റ് പതുക്കെ വീശുന്നു. കടൽ തിരകൾ കപ്പലിന്റെ മരത്തോട് പതുക്കെ ഇടിച്ചു തെറിക്കുന്നു. അങ്ങോളം ഇങ്ങോളം നോക്കിയാലും ഭൂമി എവിടെയും കാണാനില്ല. മനുഷ്യർ ഒരിക്കലും പൂർണ്ണമായി അറിഞ്ഞിട്ടില്ലാത്ത ഒരു ലോകത്തിന്റെ നടുവിലാണവർ. ഇത് വ്യാപാരത്തിനായി മാത്രം നടന്ന ഒരു യാത്രയല്ല. ഇത് ലോകത്തിന്റെ ഭൂപടം തന്നെ മാറ്റിയ ഒരു യാത്രയാണ്. നൂറുകണക്കിന് വർഷങ്ങളോളം യൂറോപ്പിലെ രാജാക്കന്മാർ സ്വപ്നം കണ്ട ഒരു വഴി. കടലിലൂടെ മസാലകളുടെ ദേശമായ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്ന ഒരു രഹസ്യപാത. ആ പാതയെ കണ്ടെത്താൻ അനവധി കപ്പലുകൾ കടലിൽ നഷ്ടമായി. അനവധി നാവികർ തിരകളിൽ മറഞ്ഞുപോയി. ചിലർ മടങ്ങിയെത്തിയില്ല. ചിലരുടെ പേരുകൾ പോലും ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമായി. എന്നാൽ ഒരു ദിവസം പോർച്ചുഗലിന്റെ കടൽത്തീര നഗരങ്ങളിൽ നിന്നൊരു കപ്പൽ പട പതുക്കെ പുറപ്പെട്ടു. അവരുടെ മുന്നിൽ നീണ്ടുനിന്നത് അനന്തമായ സമുദ്രം. പിന്നിൽ അവരെ നോക്കി നിന്നത് ഒരു രാജാവിന്റെ സ്വപ്നം. അവരുടെ യാത്ര ആഫ്രിക്കയുടെ തീരങ്ങൾ ചുറ്റി, കാറ്റിനെയും തിരകളെയും ചെറുത്ത്, മനുഷ്യർ അതുവരെ കടന്നുപോകാൻ ഭയപ്പെട്ട കടൽപാതകളിലൂടെ, ഭൂപടങ്ങളിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത വെള്ളങ്ങളിലൂടെ, അറിയാത്ത നക്ഷത്രങ്ങളെ ആശ്രയിച്ചാണ് അവർ മുന്നോട്ട് നീങ്ങിയത്. കപ്പലിന്റെ ഡെക്കിൽ നിന്നുകൊണ്ട് ഒരു നാവികൻ ദൂരക്കാഴ്ചയിലേക്ക് നോക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലുതായിരുന്നു ഒരു സ്വപ്നം. ആ സ്വപ്നം കടലിന്റെ മറുവശത്ത് കാത്തിരിക്കുന്ന ഒരു ദേശത്തെ കണ്ടെത്താനുള്ള സ്വപ്നം. മസാലകളുടെ സുഗന്ധം നിറഞ്ഞ തുറമുഖങ്ങൾ, വ്യാപാരത്തോടെ നിറഞ്ഞ വിപണികൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന കപ്പലുകൾ. അവിടേക്ക് കടലിലൂടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ചരിത്രം മാറും, രാജ്യങ്ങളുടെ ശക്തി മാറും, ലോകത്തിന്റെ വ്യാപാര വഴികൾ തന്നെ മാറും. ആ യാത്രയുടെ നടുവിൽ നിന്നിരുന്ന മനുഷ്യനായിരുന്നു പോർച്ചുഗലിൽ ജനിച്ച ഒരു നാവികൻ. അനന്തമായ കടലുകളെ ഭയപ്പെടാത്ത ഒരു യാത്രക്കാരൻ. ഇന്ന് ചരിത്രമോർക്കുന്ന ഒരു പേര്, വാസ്കോ ഡ ഗാമ. അവന്റെ യാത്ര ഒരു മനുഷ്യന്റെ സാഹസിക കഥ മാത്രമല്ല, അത് ലോകത്തിന്റെ രണ്ടറ്റങ്ങളെ കടൽപാതയിലൂടെ ബന്ധിപ്പിച്ച ഒരു കഥയാണ്. എന്നാൽ ആ കഥ ആരംഭിച്ചത് ഒരു ശാന്തമായ രാത്രിയിൽ, സമുദ്രത്തിന്റെ നടുവിൽ, കാറ്റും തിരകളും മാത്രം കേൾക്കുന്ന ഒരു നിമിഷത്തിൽ. അവിടെ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ഒരു നിമിഷം സുഹൃത്തുക്കളെ, മലയാളം ബെഡ് ടൈം ടെയിൽസിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. രാത്രിയുടെ ഈ നിശബ്ദതയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തുടർന്നും ഇത്തരം യാത്രകളിൽ കൂടെയുണ്ടാകാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഈ ചെറിയ പിന്തുണ ഞങ്ങൾക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. ഇനി കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഏറ്റവും സുഖകരമായ ഒരു രീതിയിലേക്ക് മാറൂ. മുറിയിലെ വെളിച്ചം അല്പം കുറയ്ക്കാം. കണ്ണുകൾ പതുക്കെ അടച്ച് ശാന്തമായി ഒന്ന് ശ്വാസമെടുക്കാം. ചുറ്റുമുള്ള ലോകത്തെ പതുക്കെ മറന്ന് നമുക്ക് ഈ ചരിത്രയാത്ര തുടങ്ങാം. 15-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടം. യൂറോപ്പിലെ നഗരങ്ങളിൽ ഇരുട്ട് പടരുമ്പോൾ കൊട്ടാരങ്ങളിലെ മെഴുകുതിരി വെട്ടത്തിൽ വലിയൊരു സ്വപ്നം ജനിക്കുകയായിരുന്നു. പോർച്ചുഗൽ എന്ന ചെറിയ രാജ്യം, സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ആ മണ്ണ്, അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലക്ഷ്യത്തിലേക്ക് കണ്ണു നട്ടിരുന്നു. ലോകത്തിന്റെ കിഴക്ക് ഭാഗത്ത് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ദേശമുണ്ടെന്നവർ കേട്ടിരുന്നു. സ്വർണത്തേക്കാൾ വിലയുള്ള മസാലകൾ വിളയുന്ന മണ്ണ്, കറുത്ത പൊന്ന് എന്നവർ വിളിച്ചിരുന്ന കുരുമുളകും മനം മയക്കുന്ന സുഗന്ധമുള്ള ഏലവും കറുവപ്പട്ടയും അവിടെ ധാരാളമായി ഉണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു കേട്ടു. പക്ഷേ അവിടേക്കെത്തുക എന്നത് അസാധ്യമായ ഒരു കാര്യമായി അന്ന് പലരും കരുതിയിരുന്നു. കരയിലൂടെയുള്ള വഴികൾ ദുർഘടമായിരുന്നു. മലനിരകളും മരുഭൂമികളും താണ്ടി ശത്രുരാജ്യങ്ങളുടെ കണ്ണു വെട്ടിച്ച് ആ യാത്ര പൂർത്തിയാക്കുക എന്നത് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. അതുകൊണ്ടുതന്നെ സമുദ്രത്തിലൂടെ ഒരു പുതിയ വഴി കണ്ടെത്തുക എന്നത് പോർച്ചുഗലിലെ രാജാക്കന്മാരുടെ വലിയൊരാഗ്രഹമായി മാറി. ലിസ്ബണിലെ ടാഗസ് നദിക്കരയിൽ രാത്രിയുടെ നിശബ്ദതയിൽ കപ്പലുകൾ പതുക്കെ ആടുന്നുണ്ടായിരുന്നു. കാറ്റ് പഴയ കപ്പൽപ്പായകളിൽ തട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം ഒരു സംഗീതം പോലെ ആ അന്തരീക്ഷത്തിൽ പടർന്നു. ആ സമയത്താണ് ഹെൻറി രാജകുമാരൻ, അഥവാ ചരിത്രം നാവികനായ ഹെൻറി എന്ന് വിളിക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയിൽ ഭൂപടങ്ങൾ പരിശോധിച്ചുകൊണ്ടിരുന്നത്. സമുദ്രത്തെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം ഒരു വലിയ ലോകം തന്നെ തുറന്നുവെച്ചു. കപ്പൽ നിർമ്മാണവും നക്ഷത്രങ്ങളെ നോക്കി ദിശ മനസ്സിലാക്കുന്ന വിദ്യയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലൂടെ കപ്പലുകൾ അയച്ച് അജ്ഞാതമായ കടലുകളെക്കുറിച്ച് അദ്ദേഹം വിവരങ്ങൾ ശേഖരിച്ചു. ഓരോ യാത്രയും മടങ്ങിവരുന്നത് പുതിയ അറിവുകളുമായാണ്. കടൽ അറ്റമില്ലാത്തതാണെന്നും അപ്പുറത്ത് പുതിയൊരു ലോകമുണ്ടെന്നും അദ്ദേഹം വിശ്വസിച്ചു. ആ കാലഘട്ടത്തിലാണ് സമുദ്രത്തിന്റെ ഉപ്പുകാറ്റേറ്റ് വളരുന്ന ഒരു ബാലൻ പോർച്ചുഗലിന്റെ തെക്കു പടിഞ്ഞാറൻ തീരത്തുള്ള സയൻസ് എന്ന നഗരത്തിൽ തന്റെ സ്വപ്നങ്ങൾ നെയ്യാൻ തുടങ്ങിയത്. വാസ്കോ ഡ ഗാമ എന്നായിരുന്നു അവന്റെ പേര്.
1460കളിൽ ഒരു തണുത്ത കാറ്റുള്ള ദിവസമാണ് അവൻ ജനിച്ചതെന്ന് പറയപ്പെടുന്നു. അവന്റെ പിതാവ് എസ്തേവാവോ ഡഗാമ പോർച്ചുഗീസ് കൊട്ടാരത്തിലെ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. സയൻസ് എന്ന ആ തീരദേശ നഗരത്തിലെ കോട്ടയുടെ ഗവർണറായിരുന്നു അദ്ദേഹം. കടലിരമ്പം കേട്ടുകൊണ്ടാണ് വാസ്കോ തന്റെ ഓരോ ദിവസവും തള്ളി നീക്കിയത്. കടൽ തീരത്തെ മണലിൽ കളിക്കുമ്പോഴും തിരമാലകൾ കാലിൽ വന്ന് തൊടുമ്പോഴും അവൻ ആ വലിയ സമുദ്രത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് ഓർത്തുകാണും. കൊച്ചു വാസ്കോ പലപ്പോഴും തുറമുഖത്ത് പോയി നിൽക്കാറുണ്ടായിരുന്നു. അവിടെ അങ്ങ് ദൂരെ നിന്ന് വരുന്ന കപ്പലുകളെ അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. കപ്പലുകളിൽ നിന്നിറങ്ങുന്ന നാവികർക്ക് സമുദ്രത്തിലെ ഭീകരതകളെക്കുറിച്ചും അജ്ഞാതമായ ദ്വീപുകളെക്കുറിച്ചും പറയാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു. ആ കഥകൾ കേൾക്കുമ്പോൾ അവന്റെ ഉള്ളിൽ സാഹസികതയുടെ കനലെരിഞ്ഞു. കപ്പൽ യാത്രക്കാരനാവുക എന്നത് കേവലം ഒരു ജോലി എന്നതിലുപരി ഒരു നിയോഗമായി അവൻ കണ്ടു. അവന്റെ പിതാവ് അവനെ നക്ഷത്രങ്ങളെ നോക്കി വഴി കണ്ടെത്താനും കാട്ടിന്റെ ഗതി മനസ്സിലാക്കാനും പഠിപ്പിച്ചു. ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും അവൻ വളരെ താൽപ്പര്യത്തോടെയാണ് അഭ്യസിച്ചത്. കാരണം ആഴക്കടലിൽ വഴി തെറ്റാതെ മുന്നോട്ടു പോകാൻ ഈ അറിവുകൾ അത്യാവശ്യമാണെന്ന് അവൻ അറിയാമായിരുന്നു. അക്കാലത്ത് പോർച്ചുഗലിലെ നാവിക വിദ്യകൾ വലിയ വികാസം പ്രാപിച്ചു. കാരാവെൽ എന്ന് വിളിക്കുന്ന പുതിയ തരം കപ്പലുകൾ അവർ നിർമ്മിച്ചു. അവയ്ക്ക് ചെറിയ പായ്കളും വേഗതയും ഉണ്ടായിരുന്നു. കാറ്റിന് വിപരീതമായി സഞ്ചരിക്കാൻ അവ പ്രാപ്തമായിരുന്നു. ഓരോ പുതിയ കപ്പലും സമുദ്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ വാസ്കോ തന്റെ ഭാവി അവിടെ കാണുകയായിരുന്നു. അവൻ വളർന്നുവരുംതോറും പോർച്ചുഗലിന്റെ വിദേശ വ്യാപാര മോഹങ്ങളും വളർന്നു. പോർച്ചുഗലിലെ രാജാവായിരുന്ന ജോൺ രണ്ടാമൻ ഭാരതത്തിലേക്കൊരു കടൽപാത കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉരിതപ്പെടുത്തി. ഡിയോഗോ കാവോ എന്ന നാവികൻ ആഫ്രിക്കയുടെ തീരങ്ങളിലൂടെ ഏറെ ദൂരം സഞ്ചരിക്കുകയും പോർച്ചുഗലിന്റെ പതാക അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോഴും ഭാരതം എന്നത് ഒരു വിദൂര സ്വപ്നമായി നിലനിന്നു. യുവാവായ വാസ്കോ ഡ ഗാമ തന്റെ പിതാവിനൊപ്പം കൊട്ടാരത്തിലെ ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. തന്റെ ധീരതയും ബുദ്ധിയും കൊണ്ട് അവൻ രാജാവിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. സെറ്റൂബൽ നഗരത്തിലും മറ്റും നടന്ന ചില നാവിക ദൗത്യങ്ങളിൽ അവൻ തന്റെ കഴിവ് തെളിയിച്ചു. പതുക്കെ പതുക്കെ ഒരു വലിയ ലക്ഷ്യം പൂർത്തിയാക്കാൻ താൻ തയ്യാറാണെന്ന ബോധ്യം അവനിൽ ഉറച്ചു. 1488-ൽ ബാർത്തലോമ്യൂ ഡയസ് എന്ന നാവികൻ ഭാരതത്തിന്റെ തെക്കേ അറ്റമായ ഗുഡ് ഹോപ്പ് മുനമ്പ് കണ്ടെത്തിയ വാർത്ത ലിസ്ബണിലെത്തിയപ്പോൾ നഗരം ആഘോഷിച്ചു. ഭാരതത്തിലേക്കുള്ള വഴി അതാ തുറന്നിരിക്കുന്നു എന്നവർ വിശ്വസിച്ചു. പക്ഷേ ആ വഴി പൂർത്തിയാക്കാൻ ഒരാൾ കൂടി വേണമായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ വാസ്കോ തന്റെ ജനാലയിലൂടെ കടലിലേക്ക് നോക്കി നിന്നു. ചന്ദ്രന്റെ വെളിച്ചം കടൽ വെള്ളത്തിൽ തട്ടിത്തിളങ്ങുന്നു. ആ വെളിച്ചം അങ്ങ് ദൂരെ ഭാരതത്തിന്റെ തീരങ്ങൾ വരെ നീളുന്നതായി അവന് തോന്നി. അവന്റെ മനസ്സിൽ ഒരേ സമയം ഭയവും ആകാംക്ഷയും നിറഞ്ഞു. എത്രയോ നാവികർ ആ വഴിക്ക് പോയി കാണാതായിട്ടുണ്ട്. പക്ഷെ കടലിനെ സ്നേഹിക്കുന്ന ഒരുവന് കരയിലിരുന്ന് ജീവിതം കളയാൻ കഴിയില്ല എന്നവൻ ഉറപ്പായിരുന്നു. അജ്ഞാതമായ ഭൂപടങ്ങളിൽ തന്റെ പേരെഴുതി ചേർക്കാനുള്ള സമയം അടുത്തു വരികയാണെന്ന് അവൻ അറിഞ്ഞു. രാജാവ് മാനുവൽ ഒന്നാമൻ അധികാരത്തിൽ വന്നതോടെ ഇന്ത്യയിലേക്കുള്ള ദൗത്യം പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. ആരായിരിക്കും ആ വലിയ കപ്പൽപ്പടയെ നയിക്കുക എന്ന ചോദ്യം കൊട്ടാരത്തിൽ ഉയർന്നുകേട്ടു. വാസ്കോ ഡ ഗാമയുടെ പേര് മുന്നിലേക്ക് വന്നു. തന്റെ ധീരതയും വിശ്വസ്തതയും കൊണ്ട് അവൻ ആ ദൗത്യത്തിന് ഏറ്റവും അനുയോജ്യനാണെന്ന് രാജാവ് കരുതി. തന്റെ പിതാവ് പൂർത്തിയാക്കാൻ ആഗ്രഹിച്ച പക്ഷേ പാതി വഴിയിൽ നിലച്ചുപോയ ആ വലിയ സ്വപ്നം തന്റെ കൈകളിലേക്ക് എത്തുകയാണെന്ന് വാസ്കോ തിരിച്ചറിഞ്ഞു. അവൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. നദികരകളിലെ കപ്പൽശാലകളിൽ മരങ്ങൾ മുറിക്കുന്ന ശബ്ദവും ടാർ തേയ്ക്കുന്ന ഗന്ധവും നിറഞ്ഞു. പുതിയ 4 കപ്പലുകൾ ആ യാത്രയ്ക്കായി തയ്യാറായി. സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, ബെരിയോ, പിന്നെ ഒരു വലിയ സംഭരണ കപ്പലും. ഓരോ കപ്പലിന്റെയും ഓരോ പലകയിലും ഒരു വലിയ ലക്ഷ്യത്തിന്റെ ഭാരമുണ്ടായിരുന്നു. ഏറ്റവും മികച്ച നാവികരെയും ഭൂപട വിദഗ്ധരെയും വാസ്കോ തിരഞ്ഞെടുത്തു. താൻ പോകുന്ന വഴിയിൽ നിന്ന് പരുപക്ഷെ തിരികെ വരില്ല എന്നവൻ അറിയാമായിരുന്നു. എങ്കിലും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അവന്റെ ആത്മാവ് തുടിച്ചു. ലിസ്ബണിലെ രാത്രികൾ ഇപ്പോൾ പ്രാർത്ഥനകളുടേതാണ്. തുറമുഖത്തെ വിളക്കുകൾ കടൽ വെള്ളത്തിൽ നിഴലുകൾ തീർക്കുമ്പോൾ വാസ്കോ തന്റെ അവസാനത്തെ രാത്രികൾ പോർച്ചുഗലിലെ മണ്ണിൽ ചിലവഴിച്ചു. അങ്ങ് ദൂരെ സമുദ്രത്തിന്റെ ഇരമ്പം അവനെ വിളിക്കുന്നുണ്ടായിരുന്നു. കാറ്റ് പഴയതുപോലെ വീശുന്നു, നക്ഷത്രങ്ങൾ പഴയതുപോലെ തിളങ്ങുന്നു. പക്ഷേ നാളെ ഉദിക്കുന്ന സൂര്യൻ ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമായിരിക്കും. അജ്ഞാതമായ വഴിയിലൂടെ അജ്ഞാതമായ ലോകത്തിലേക്ക് ഒരു നാവികൻ തന്റെ കപ്പലുകൾ നയിക്കാൻ പോകുന്നു. കാറ്റ് പതുക്കെ വീശുന്നു. കടൽത്തിരകൾ കപ്പലിന്റെ മരത്തോട് പതുക്കെ ഇടിച്ചു തെറിക്കുന്നു. അനന്തമായ കടൽ തീരത്ത് ഒരു രാത്രി കൂടി അവസാനിക്കുന്നു. കപ്പലുകൾ പതുക്കെ കരവിട്ടു നീങ്ങാൻ തുടങ്ങുന്ന ആ നിമിഷം ലിസ്ബണിലെ ടാഗസ് നദിക്കരയിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകളുടെ നിശബ്ദത, കടൽക്കാറ്റ് പായകളിൽ വന്ന് തട്ടുമ്പോഴുണ്ടാകുന്ന ചെറിയൊരു മുരൾച്ച. അവിടെ നിന്നാണ് നമ്മുടെ കഥയുടെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കി നിന്ന ആ നാവികൻ ഇപ്പോൾ തന്റെ നിയോഗത്തിന്റെ പാതയിലാണ്. 1497
ജൂലൈ മാസം 8-ാം തീയതി. ചരിത്രം അതിൻ്റെ തങ്കലിപികളാൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു ദിവസം. അന്നത്തെ പുലർച്ചെ ലിസ്ബണിലെ ബെലം തീരത്ത് മഞ്ഞുപടലം പതുക്കെ നീങ്ങുകയായിരുന്നു. അന്തരീക്ഷത്തിൽ ഉപ്പുകാറ്റിൻ്റെ ഗന്ധത്തിനൊപ്പം പള്ളിയിൽ നിന്നുയരുന്ന പ്രാർത്ഥനകളുടെ മർമ്മരവും കലർന്നിരുന്നു. പോർച്ചുഗലിൻ്റെ രാജാവായിരുന്ന മാനുവൽ ഒന്നാമൻ തൻ്റെ രാജ്യത്തിൻ്റെ ഭാവി ഈ 4 കപ്പലുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. കൊട്ടാരത്തിലെ തർക്കങ്ങൾക്കും സംശയങ്ങൾക്കും ഒടുവിൽ വാസ്കോഡഗാമ എന്ന ധീരനായ യുവാവിനെ തന്നെ അദ്ദേഹം ഈ ദൗത്യമേൽപ്പിച്ചു. തൻ്റെ പിതാവായ എസ്തേവാവോഡെ ഗാമയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ആ സ്വപ്നം ഇപ്പോൾ വാസ്കോയുടെ ചുമലുകളിലായിരുന്നു. കപ്പലുകൾ തയ്യാറായിരുന്നു. സെന്റ് ഗബ്രിയേൽ എന്ന പതാക കപ്പൽ അതിൻ്റെ പടുകൂറ്റൻ മരത്തടികളും വെളുത്ത പായകളും കൊണ്ട് സമുദ്രത്തിലെ ഒരു ഭീമനെ പോലെ തലയുയർത്തി നിന്നു. അതിനു പിന്നിലായി സെന്റ് റാഫേൽ എന്ന കപ്പൽ അതിൻ്റെ കമാൻഡറായി വാസ്കോയുടെ സ്വന്തം സഹോദരൻ പൗലോഡ ഗാമയുണ്ടായിരുന്നു. ബെറിയോ എന്ന വേഗതയേറിയ ചെറിയ കപ്പലും വലിയ അളവിൽ ഭക്ഷണസാമഗ്രികൾ നിറച്ച ഒരു സംഭരണ കപ്പലും അവരെ അനുഗമിച്ചു. ഏകദേശം 170ഓളം നാവികൾ ആ കപ്പലുകളിലുണ്ടായിരുന്നു. അവരിൽ പലരും തങ്ങളുടെ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും യാത്ര പറയുമ്പോൾ ഇനിയൊരു മടങ്ങിവരവുണ്ടാകുമോ എന്നവർക്കറിയില്ലായിരുന്നു. ലിസ്ബണിലെ തെരുവുകളിൽ നിന്ന് ആളുകൾ കടൽ തീരത്തേക്ക് ഒഴുകിയെത്തി. അതൊരു സാധാരണ യാത്രയല്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അജ്ഞാതമായ കടലുകളിലേക്ക്, ഭീകരരൂപികളായ കടൽ സർപ്പങ്ങളുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ആഴങ്ങളിലേക്ക്, ചൂടുപിടിച്ച വെള്ളമുള്ള സമുദ്രങ്ങളിലേക്ക് അവർ പോകുകയാണ്. വാസ്കോഡഗാമ തൻ്റെ രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് കപ്പലിൻ്റെ ഡെക്കിൽ ഉറച്ച ചുവടുകളോടെ നിന്നു. അവൻ്റെ മുഖത്ത് ഒരു കമാൻഡറുടെ ഗൗരവമുണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൽ കടലിനെ കീഴടക്കാനുള്ള ഒരു തീക്ഷ്ണമായ ആഗ്രഹവും. ആ കപ്പലുകളിൽ 3 വർഷത്തേക്കാവശ്യമുള്ള ഭക്ഷണ സാമഗ്രികൾ കരുതിയിരുന്നു. ഉണക്കിയ മാംസം, ഉപ്പിട്ട മീൻ, ബിസ്ക്കറ്റുകൾ, വീഞ്ഞ്, പിന്നെ കുടിക്കാനാവശ്യമായ വെള്ളം നിറച്ച വലിയ തടി കൊണ്ടുള്ള വീപ്പകൾ. കപ്പലിൻ്റെ ഓരോ കോണിലും മസാലകൾക്ക് പകരം നൽകാനുള്ള തുണികളും മറ്റുപഹാരങ്ങളും നിറച്ചുവെച്ചിരുന്നു. പുറപ്പെടുന്നതിന് തലേദിവസം രാത്രി വാസ്കോയും കൂട്ടരും ബെല്ലമിലെ പള്ളിയിൽ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ ആ പഴയ പള്ളിയുടെ ചുമരുകളിൽ അവരുടെ നിഴലുകൾ നൃത്തം ചെയ്തു. സമുദ്രത്തിലെ കൊടുങ്കാറ്റുകളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും തങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് അവർ ദൈവത്തോട് അപേക്ഷിച്ചു. പള്ളിയുടെ പുറത്ത് സമുദ്രം ശാന്തമായി ഗർജിച്ചുകൊണ്ടിരുന്നു. ഓരോ നാവികനും തൻ്റെ ഹൃദയത്തിൽ ഭയത്തെ ഒളിപ്പിച്ചുവെച്ച് വിശ്വാസത്തെ മുറുകെ പിടിച്ചു. അന്ന് രാവിലെ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ രാജകീയ അകമ്പടിയോടെ അവർ കപ്പലുകളിലേക്ക് നടന്നു. കപ്പലിലെ കയറുകൾ അഴിച്ചുമാറ്റപ്പെട്ടു. നങ്കൂരങ്ങൾ പതുക്കെ ഉയർന്നു. ടാഗസ് നദിയിലൂടെ കപ്പലുകൾ ഒഴുകിത്തുടങ്ങിയപ്പോൾ തീരത്തു നിന്നവർ കരഞ്ഞുകൊണ്ട് കൈകൾ വീശി. പതുക്കെ പതുക്കെ ലിസ്ബണിലെ വീടുകളും പള്ളികളും കാഴ്ചയിൽ നിന്നും മറഞ്ഞു തുടങ്ങി. ബെലം ടവർ ഒരു ചെറിയ ബിന്ദുവായി മാറുന്നതുവരെ വാസ്കോഡഗാമ പിന്നിലേക്ക് നോക്കി നിന്നു. തൻ്റെ ജന്മനാട്, തൻ്റെ ഓർമ്മകൾ എല്ലാം ആ തീരത്തുണ്ട്. ഇനി മുന്നിലുള്ളത് അനന്തമായ നീലജലം. കപ്പലുകൾ നദി വിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മടിത്തട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ കടൽ കൂടുതൽ പരുക്കനായി മാറി. തിരമാലകൾ കപ്പലിൻ്റെ വശങ്ങളിൽ വന്ന് ശക്തിയായി അടിച്ചു. കപ്പലിൻ്റെ മരപ്പലകകൾ കരകര ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഓരോ നാവികനും തൻ്റെ സ്ഥാനത്തുറച്ചു നിന്നു. കപ്പലിൻ്റെ മുകൾത്തട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ആ കാഴ്ച അവർക്ക് പരിചിതമായിരുന്നില്ല. ആകാശവും കടലും ഒന്നിക്കുന്ന ആ അതിരില്ലാത്ത ലോകം. രാത്രികളിൽ ചന്ദ്രൻ്റെ വെളിച്ചം കടലിൽ പ്രതിഫലിക്കുമ്പോൾ അവർ അജ്ഞാതമായ ഏതോ ലോകത്തൊറ്റപ്പെട്ടതുപോലെ തോന്നി. വാസ്കോഡഗാമ തൻ്റെ ക്യാബിനിൽ ഇരുന്ന് പഴയ ഭൂപടങ്ങൾ പരിശോധിച്ചു. ബാർത്തലോമിയോ ഡയസ് നൽകിയ വിവരങ്ങൾ അവൻ ഹൃദിസ്ഥമാക്കിയിരുന്നു. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലൂടെയുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. കാറ്റിൻ്റെ ഗതി പലപ്പോഴും അവരെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. എങ്കിലും തൻ്റെ കപ്പൽ പടയെ കൃത്യമായ ദിശയിൽ നയിക്കാൻ അവൻ അതീവ ജാഗ്രത പാലിച്ചു. ഓരോ ദിവസവും നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കി അവൻ കപ്പലിൻ്റെ സ്ഥാനം രേഖപ്പെടുത്തി. അസ്ട്രോലേബ് എന്ന ഉപകരണം ഉപയോഗിച്ച് സൂര്യൻ്റെ ഉയരമളന്ന് അക്ഷാംശം മനസ്സിലാക്കി. യാത്ര ആഴ്ചകൾ പിന്നിട്ടു. കപ്പലിലെ ജീവിതം പതുക്കെ ഒരു ദിനചര്യയായി മാറി. രാവിലെ കപ്പലിൻ്റെ തട്ടുകൾ കഴുകി വൃത്തിയാക്കുക, കീറിപ്പോയ പായകൾ തുന്നിച്ചേർക്കുക, ആയുധങ്ങൾ മിനുക്കുക. ഇതിനിടയിൽ അവർ കടൽ പക്ഷികളെ നിരീക്ഷിച്ചു. പക്ഷികളെ കാണുന്നത് കര അടുത്തുണ്ട് എന്നതിൻ്റെ സൂചനയാണെന്ന് അവർക്കറിയാമായിരുന്നു. ചിലപ്പോൾ കടലിൽ കാണുന്ന പായലുകളും പുല്ലുകളും അവർക്ക് പ്രതീക്ഷ നൽകി. എങ്കിലും ആഴ്ചകളോളം കര കാണാതെ പോയപ്പോൾ നാവികരുടെ ഉള്ളിൽ അസ്വസ്ഥത പടർന്നു. ഭക്ഷണം പരിമിതപ്പെടുത്തേണ്ടി വന്നു. കുടിവെള്ളത്തിൻ്റെ നിറം മാറി തുടങ്ങി. ഇതിനിടയിൽ അവർ കാനറി ദ്വീപുകൾ പിന്നിട്ട് കേപ്പ് വേർഡെ ദ്വീപുകളിലെത്തി. അവിടെ അല്പനേരം വിശ്രമിച്ചു. തകരാറിലായ കപ്പലുകൾ അറ്റമറ്റുപണി നടത്തി. പുതിയ വെള്ളവും ഭക്ഷണവും സംഘടിപ്പിച്ചു. പക്ഷേ അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര ഭീകരമായിരുന്നു. കടലിൽ കാറ്റില്ലാത്ത ഒരവസ്ഥയുണ്ടായി.
കപ്പലുകൾ ഒരിടത്തു തന്നെ നിശ്ചലമായി നിന്നു. ആ കടുത്ത ചൂടിൽ നാവികർ തളർന്നു. കടൽ വെള്ളം തിളക്കുന്നതുപോലെ അവർക്ക് തോന്നി. പായകൾ കാറ്റില്ലാതെ തൂങ്ങിക്കിടന്നു. ആ നിശബ്ദത ഭയപ്പെടുത്തുന്നതായിരുന്നു. ദിവസങ്ങളോളം അവർ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ഒടുവിൽ ഒരു ചെറിയ കാറ്റു വീശാൻ തുടങ്ങിയപ്പോൾ അവർ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. ആ യാത്രയുടെ ഓരോ ഘട്ടത്തിലും വാസ്കോഡഗാമ തന്റെ നേതൃത്വപാടവം തെളിയിച്ചു. നാവികർക്കിടയിൽ കലഹമുണ്ടാകാതെ അവൻ ശ്രദ്ധിച്ചു. സ്വന്തം സഹോദരനായ പൗലോഡഗാമ അവന് വലിയൊരു കരുത്തായിരുന്നു. അവർ രണ്ടും രാത്രികളിൽ കപ്പലിന്റെ തട്ടിലിരുന്ന് ഭാവിയിലെ കച്ചവടത്തെക്കുറിച്ചും ഇന്ത്യയിലെ ആഭരണങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അങ്ങ് ദൂരെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പുതിയൊരു ലോകം അവരെ കാത്തിരിക്കുന്നു എന്ന വിശ്വാസം അവരെ മുന്നോട്ട് നയിച്ചു. സെന്റ് ഗബ്രിയേലിലെ വിളക്കുകൾ രാത്രിയുടെ ഇരുട്ടിൽ മിന്നിത്തിളങ്ങി. സമുദ്രം ശാന്തമായിരുന്നു. കപ്പലിന്റെ ചലനം ഒരു താളം പോലെ അനുഭവപ്പെട്ടു. തിരമാലകൾ കപ്പലിന്റെ മരത്തോട് ചേർന്ന് മന്ത്രിക്കുന്നത് പോലെ തോന്നി. വാസ്കോഡഗാമ കടലിലേക്ക് നോക്കി അല്പനേരം നിന്നു. കരയുടെ മണം ഇനിയും വന്നിട്ടില്ല. പക്ഷേ കടൽക്കാറ്റിൽ ഏതോ അജ്ഞാതമായ സുഗന്ധം കലർന്നിട്ടുള്ളതുപോലെ അവന് തോന്നി. ബഹുപക്ഷേ അതവന്റെ മനസ്സിന്റെ തോന്നലായിരിക്കാം. എങ്കിലും ആ തോന്നൽ നൽകിയ ആത്മവിശ്വാസം വലുതായിരുന്നു. ദിവസങ്ങൾ മാസങ്ങളായി മാറി. ആഗസ്റ്റ് കടന്നുപോയി. സെപ്റ്റംബർ എത്തി. കപ്പലുകൾ ഇപ്പോൾ ആഫ്രിക്കയുടെ തീരത്ത് നിന്നകന്ന് വലിയൊരു വളവുണ്ടാക്കി തെക്കോട്ട് സഞ്ചരിക്കുകയായിരുന്നു. ദക്ഷിണ അറ്റ്ലാന്റിക്കിലെ ശക്തമായ കാറ്റുകളെ ഉപയോഗപ്പെടുത്തി ഗുഡ് ഹോപ്പ് മുനമ്പിലേക്ക് എത്താനായിരുന്നു അവരുടെ ശ്രമം. കര കാണാതെ 100-ലധികം ദിവസങ്ങൾ അവർ സമുദ്രത്തിൽ കഴിഞ്ഞു. ചരിത്രത്തിൽ അന്നുവരെ ഒരു നാവികനും ഇത്രയും കാലം കര കാണാതെ സമുദ്രത്തിൽ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അത് വാസ്കോയുടെ ധൈര്യത്തിന്റെയും കൃത്യമായ ആസൂത്രണത്തിന്റെയും വിജയമായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ കപ്പലിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ആകാശം ഒരു വലിയ ഭൂപടം പോലെ തോന്നി. അവർക്ക് പരിചിതമായ നക്ഷത്രങ്ങൾ പലതും കാണാതായി. പകരം ദക്ഷിണാർദ്ധഗോളത്തിലെ പുതിയ നക്ഷത്രക്കൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അതവർക്ക് പുതിയൊരു വഴികാട്ടിയായി മാറി. ആ നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിൽ അനന്തമായ സമുദ്രം ഒരു വെള്ളിക്കടൽ പോലെ തിളങ്ങി. കാറ്റ് പതുക്കെ വീശുന്നു. കടൽത്തിരകൾ കപ്പലിന്റെ മരത്തോട് പതുക്കെ ഇടിച്ചു തെറിക്കുന്നു. ഇരുണ്ട ജലത്തിനു മുകളിലൂടെ കപ്പൽ പട അജ്ഞാതമായ ഭാവിയിലേക്ക് പതുക്കെ നീങ്ങുകയാണ്. സമുദ്രത്തിന്റെ നീലപ്പരപ്പിൽ കപ്പലുകൾ അപ്പോഴും ഏകാന്തമായി ഒഴുകിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 100-ലധികം ദിവസങ്ങളായി അവർ കര കണ്ടിട്ടില്ല. ആകാശം മുട്ടുന്ന തിരമാലകളും നക്ഷത്രങ്ങൾ വിതറിയ രാത്രികളും മാത്രമാണ് അവരുടെ കൂട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 30ഓളം പകലുകൾ അവർ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മധ്യഭാഗത്തുകൂടി വലിയൊരു വില്ലുപോലെ വളഞ്ഞ് സഞ്ചരിക്കുകയായിരുന്നു. കാറ്റിന്റെ ഗതി നോക്കിയുള്ള ആ യാത്ര അവരെ ആഫ്രിക്കയുടെ തീരങ്ങളിൽ നിന്ന് വളരെ അകലേക്ക് കൊണ്ടുപോയി. കപ്പലിന്റെ പലകകൾ ഓരോ തിരയടിയിലും കരകര ശബ്ദമുണ്ടാക്കി പരാതിപ്പെട്ടുകൊണ്ടിരുന്നു. കട്ടപിടിച്ച ഇരുട്ടിൽ ഡെക്കിലിരിക്കുന്ന നാവികർക്ക് പരസ്പരം മുഖം പോലും കാണാൻ കഴിയാത്ത രാത്രികൾ. അവിടെ നിന്നാണ് നമ്മുടെ കഥയുടെ 3-ാം അധ്യായം ആരംഭിക്കുന്നത്. 1497 നവംബർ മാസം പകുതിയായിരുന്നു അത്. അന്തരീക്ഷത്തിൽ തണുപ്പ് പടർന്നു തുടങ്ങിയിരുന്നു. നാവികരുടെ വസ്ത്രങ്ങളിൽ സമുദ്രത്തിലെ ഉപ്പും മഞ്ഞും കലർന്ന് അവ കടുപ്പമുള്ളതായി മാറി. പലരുടെയും ഉള്ളിൽ പേടിയും നിരാശയും നിഴൽ വീഴ്ത്തിയിരുന്നു. അജ്ഞാതമായ ആഴക്കടലിൽ തങ്ങൾ എന്നേക്കുമായി വഴിതെറ്റിപ്പോകുമോ എന്ന ഭയം. ഇതിനിടയിൽ അവരുടെ ഇടയിൽ പുതിയൊരു ശത്രു കടന്നുകൂടി. കടൽ യാത്രക്കാരുടെ പേടി സ്വപ്നമായ ആ മാറാരോഗം. വിറ്റാമിനുകളുടെ കുറവുകൊണ്ട് പല്ലുകൾ കൊഴിയുകയും മോണകൾ വീർത്ത് രക്തം വരികയും കാലുകൾ തളരുകയും ചെയ്യുന്ന അവസ്ഥ. പലരും കപ്പലിന്റെ തട്ടിൽ തളർന്നു കിടന്നു. അവരുടെ വേദനയുടെ ഞരക്കങ്ങൾ കാറ്റിന്റെ ഇരമ്പലിൽ മുങ്ങിപ്പോയി. വാസ്കോഡഗാമ തന്റെ ക്യാബിനിൽ ഇരുന്ന് ഭൂപടങ്ങളിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു. ബാർത്തലോമിയോ ഡയസ് തന്റെ യാത്രയിൽ കണ്ട ആ മുനമ്പ് എവിടെയാണ്? അതിനി എത്ര ദൂരെയാണ്? ഒടുവിൽ നവംബർ മാസം 7-ാം തീയതിയോടെ അവർ കര കണ്ടു. ആകാശം തെളിഞ്ഞ ഒരു പുലർച്ചെയായിരുന്നു അത്. സമുദ്രത്തിന്റെ അറ്റത്ത് നീലനിറത്തിലൊരു നേർത്ത വര പോലെ കര ദൃശ്യമായി. നാവികർ സന്തോഷം കൊണ്ട് ആർത്തു വിളിച്ചു. പലരും മുട്ടുകുത്തി നിന്ന് കരയുകയായിരുന്നു. ആഴ്ചകളോളം നീണ്ട ഏകാന്തതയ്ക്ക് ശേഷം ഭൂമിക്കൊരു പുതിയ ഗന്ധമുണ്ടെന്ന് അവർക്ക് തോന്നി. അവർ ലാൻഡ് ചെയ്തത് സെന്റ് ഹെലീന എന്നവർ വിളിച്ച ഒരു ഉൾക്കടലിലായിരുന്നു. അവിടെ കപ്പലുകൾ നിർത്തിയിട്ട് അവർ കരയിലേക്കിറങ്ങി. ആഫ്രിക്കയുടെ ദക്ഷിണഭാഗത്തുള്ള ആ മണ്ണിൽ വെച്ച് അവർ ആദ്യമായി അവിടുത്തെ തദ്ദേശവാസികളെ കണ്ടു. ചെമ്പിച്ച നിറമുള്ള തൊലിയുള്ള മൃഗത്തോലുകൾ ധരിച്ച മനുഷ്യർ. വാക്കുകൾ കൊണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആംഗ്യങ്ങളിലൂടെ അവർ ആശയവിനിമയം നടത്തി. പോർച്ചുഗീസുകാർ അവർക്ക് ചെറിയ മണികളും കണ്ണാടികളും നൽകി. പകരമായി അവർ നാവികർക്ക് ഭക്ഷണവും മറ്റും നൽകുമെന്ന് തോന്നി. എന്നാൽ പെട്ടെന്നുണ്ടായ ഒരു തെറ്റിദ്ധാരണ ആ സൗഹൃദത്തെ തകർത്തു.
ഒരു നാവികനും തദ്ദേശവാസികളും തമ്മിലുണ്ടായ തർക്കം വലിയൊരു ഏറ്റുമുട്ടലായി മാറി. വാസ്കോഡഗാമയുടെ കാലിൽ അമ്പേറ്റു മുറിവേറ്റു. ഒരു വലിയ രക്തച്ചൊരിച്ചിലിന് മുൻപ് തന്നെ അവർ കപ്പലുകളിലേക്ക് മടങ്ങി. അജ്ഞാതമായ മണ്ണിൽ സൗഹൃദത്തേക്കാൾ കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ മനസ്സിലാക്കി. നവംബർ മാസം 16-ാം തീയതി അവർ വീണ്ടും യാത്ര തുടങ്ങി. ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നത് ആഫ്രിക്കയുടെ തെക്കേ അറ്റമാണ്. കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്ന് ബാർത്തലോമിയോ ഡയസ് വിളിച്ച ആ പ്രദേശം. പതുക്കെ പതുക്കെ കാറ്റിന്റെ ശക്തി കൂടാൻ തുടങ്ങി. ആകാശം കറുത്തിരുണ്ടു. തിരമാലകൾ പർവ്വതങ്ങളെപ്പോലെ കപ്പലിന് മുകളിലേക്ക് ഉയർന്നു വന്നു. കാറ്റ് കപ്പലിന്റെ പായകളെ കീറാൻ ശ്രമിച്ചു. കപ്പലിന്റെ കൊടിമരങ്ങൾ ഒടിഞ്ഞു വീഴുമോ എന്നവർ ഭയപ്പെട്ടു. കപ്പലിന്റെ ചക്രത്തിൽ കൈ അമർത്തിപ്പിടിച്ച് വാസ്കോഡഗാമ ഉറച്ചുനിന്നു. തന്റെ കപ്പൽപ്പടയെ ഈ മരണച്ചുഴിയിൽ നിന്ന് രക്ഷിക്കേണ്ടത് അവന്റെ കടമയാണ്. ഓരോ നാവികനും ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് കപ്പലിന്റെ കയറുകളിൽ തൂങ്ങിക്കിടന്നു. ദിവസങ്ങളോളം ആ പോരാട്ടം തുടർന്നു. സമുദ്രം അതിന്റെ മുഴുവൻ ശക്തിയോടെയും അവരെ തടയാൻ നോക്കി. പക്ഷേ വാസ്കോയുടെ നിശ്ചയദാർഢ്യം അതിനേക്കാൾ വലുതായിരുന്നു. 1497 നവംബർ മാസം 22-ാം തീയതി ഉച്ചകഴിഞ്ഞ നേരം കാറ്റ് പതുക്കെ ശാന്തമായി. മൂടൽമഞ്ഞ് നീങ്ങിയപ്പോൾ അവർ അത്ഭുതത്തോടെ നോക്കി. അവർ മുനമ്പ് കടന്നിരിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രം അവിടെ അവസാനിച്ചിരിക്കുന്നു. മുന്നിൽ പുതിയൊരു സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. ലോകത്തിന്റെ ചരിത്രം മാറാൻ പോകുന്ന ആ മുഹൂർത്തത്തിൽ ആകാശം സ്വർണ്ണ നിറത്തിൽ തിളങ്ങി. തങ്ങളുടെ കപ്പലുകൾ ആ മുനമ്പ് ചുറ്റി കിഴക്കോട്ട് നീങ്ങുന്നത് കണ്ടപ്പോൾ വാസ്കോഡഗാമയുടെ കണ്ണിൽ ഒരു പുതിയ തിളക്കം വന്നു. ആ മുനമ്പിനെ രാജാവ് മാനുവൽ ഒന്നാമൻ ഗുഡ് ഹോപ്പ് അഥവാ പ്രത്യാശയുടെ മുനമ്പ് എന്ന് വിളിച്ചത് എത്ര ശരിയാണെന്ന് അവന് തോന്നി. അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ നിമിഷവും പുതിയ ചരിത്രമാണ്. പോർച്ചുഗീസ് കപ്പലുകൾ ഇതിനു മുമ്പ് സഞ്ചരിച്ചിട്ടില്ലാത്ത വെള്ളം, ഇതിനു മുമ്പ് ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത തീരങ്ങൾ. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ മോസൽ ബേ എന്നറിയപ്പെടുന്ന മറ്റൊരു ഉൾക്കടലിൽ കപ്പൽ നിർത്തി. അവിടെ വെച്ചാണ് വലിയൊരു തീരുമാനമെടുക്കേണ്ടി വന്നത്. അവരുടെ കൂടെയുണ്ടായിരുന്ന സംഭരണ കപ്പൽ വളരെയധികം തകർന്നിരുന്നു. ഭക്ഷണസാധനങ്ങൾ മിക്കവാറും തീർന്നു. നാവികരുടെ എണ്ണവും കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ സംഭരണ കപ്പൽ അവിടെ ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. കപ്പലിലെ ബാക്കിയുള്ള സാധനങ്ങൾ മറ്റു 3 കപ്പലുകളിലേക്ക് മാറ്റി. ആ പഴയ കപ്പലിന് അവർ തീ കൊടുത്തു. തീരത്ത് ആ കപ്പൽ കത്തിയമരുന്നത് നോക്കി നാവികർ മൗനമായി നിന്നു. അതൊരു യാത്ര പറയലായിരുന്നു. തങ്ങളുടെ പഴയ ഭയത്തോടും പരിമിതികളോടുമുള്ള യാത്ര പറയൽ. അവിടെ അവർ ഒരു പാഡ്രോ അഥവാ പോർച്ചുഗീസ് പതാക കൊത്തിയ കല്ല് സ്ഥാപിച്ചു. ഈ വഴി തങ്ങൾ കടന്നുപോയി എന്നതിന് ചരിത്രത്തിനുള്ള സാക്ഷ്യം. അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങളിലൂടെയായിരുന്നു. സമുദ്രം അപ്പോഴും അപ്രവചനീയമായിരുന്നു. ചിലപ്പോൾ ശാന്തം, ചിലപ്പോൾ രൗദ്രം. ഡിസംബർ മാസം പകുതിയായപ്പോഴേക്കും അവർ മുമ്പ് ആരും പോകാത്ത ദൂരങ്ങളിലെത്തി. ഡിസംബർ 25-ാം തീയതി, ക്രിസ്മസ് ദിനം. അന്നവർ കണ്ട ആ പച്ചപ്പ് നിറഞ്ഞ തീരത്തിന് അവർ നദാൽ എന്ന് പേരിട്ടു. പോർച്ചുഗീസ് ഭാഷയിൽ ക്രിസ്മസ് എന്നർത്ഥം. ആ തീരങ്ങളിൽ പ്രകൃതി കൂടുതൽ സുന്ദരിയായിരുന്നു. ആഫ്രിക്കയുടെ വന്യതയും സൗന്ദര്യവും ഒത്തുചേർന്ന കാഴ്ച. പക്ഷിമൃഗങ്ങളുടെ ശബ്ദങ്ങൾ കടലിലേക്ക് ഒഴുകിയെത്തി. കപ്പലിലെ വെള്ളം തീർന്നു തുടങ്ങിയിരുന്നു. ശുദ്ധജലം കണ്ടെത്തുക എന്നതായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യം. യാത്ര തുടർന്നു. ജനുവരി മാസത്തിന്റെ തണുപ്പിൽ അവർ നദി എന്നവർ വിളിച്ച ഒരു തുറമുഖത്തെത്തി. അവിടെ വെച്ച് അവർ ഒരു അത്ഭുതം കണ്ടു. കച്ചവടത്തിനായി എത്തിയ ചില മനുഷ്യരുടെ പക്കൽ അവർ ഇന്ത്യയിൽ നിന്നുള്ള വസ്തുക്കൾ കണ്ടു. അവർക്ക് സിൽക്ക് വസ്ത്രങ്ങളുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ വാസ്കോഡഗാമയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. താൻ ലക്ഷ്യസ്ഥാനത്തോടടുക്കുകയാണെന്ന ബോധ്യം അവനിൽ ഉറച്ചു. ആ പ്രദേശത്തെ അവർ നല്ല ലക്ഷ്യങ്ങളുടെ നാട് എന്ന് വിളിച്ചു. പക്ഷേ അവിടെയും രോഗം വിട്ടുമാറിയില്ല. പലരും ഓരോന്നായി മരിച്ചു വീണു. അവരുടെ ശരീരങ്ങൾ സമുദ്രത്തിന് സമർപ്പിക്കുമ്പോൾ വാസ്കോയുടെ ഉള്ളിലൊരു പിടച്ചിലുണ്ടായിരുന്നു. ഈ വലിയ സ്വപ്നത്തിന് നൽകേണ്ടി വരുന്ന വില വളരെ വലുതാണെന്ന് അവൻ അറിഞ്ഞു. ഫെബ്രുവരി മാസം അവസാനത്തോടെ അവർ ആഫ്രിക്കയുടെ വടക്കോട്ട് സഞ്ചരിച്ച് മൊസാംബിക് എന്ന വലിയൊരു മുസ്ലിം തുറമുഖത്തെത്തി. അവിടം വളരെ വ്യത്യസ്തമായൊരു ലോകമായിരുന്നു. അവിടെ വലിയ വലിയ അറബിക് കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നു. സ്വർണവും വെള്ളിയും ആനക്കൊമ്പും മസാലകളും കച്ചവടം നടക്കുന്ന തിരക്കുള്ള തുറമുഖം. തങ്ങൾ അറബിക്കടലിന്റെയും ഭാരതത്തിന്റെ കച്ചവട വഴികളുടെയും പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് വാസ്കോക്ക് മനസ്സിലായി. എന്നാൽ അവിടെയും കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. തങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് അവിടുത്തെ ഭരണാധികാരിയായ സുൽത്താൻ അറിഞ്ഞപ്പോൾ അവർക്കിടയിൽ ശത്രുത ഉടലെടുത്തു. ആയുധങ്ങൾ ഉപയോഗിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു. എങ്കിലും ആ യാത്രയിൽ അവർക്ക് അറബി നാവികരെക്കുറിച്ചും കടൽപാതകളെക്കുറിച്ചും പുതിയ വിവരങ്ങൾ ലഭിച്ചു. മൊസാംബിക് വിട്ട് അവർ വടക്കോട്ട് നീങ്ങി
മൊംബാസ എന്ന നഗരത്തിലെത്തി. അവിടെയും അവർക്ക് വലിയ സ്വാഗതം ലഭിച്ചില്ല. പലരും അവരെ ചതിക്കാൻ ശ്രമിച്ചു. കപ്പലുകൾ തകർക്കാനും നാവികരെ കൊല്ലാനും അവിടുത്തെ ഭരണാധികാരികൾ ഗൂഢാലോചന നടത്തി. ഇതൊന്നും വാസ്കോയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയില്ല. അവൻ അതീവ ജാഗ്രത പാലിച്ചു. ഒടുവിൽ ഏപ്രിൽ പകുതിയോടെ അവർ മാലിന്തി എന്ന തുറമുഖത്തെത്തി. മാലിന്തിയിലെ സുൽത്താൻ മൊംബാസയുമായി ശത്രുതയിലായിരുന്നു. അതുകൊണ്ടുതന്നെ അദ്ദേഹം പോർച്ചുഗീസുകാരെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവിടെ വെച്ച് അവർക്ക് ആവശ്യമായ ഭക്ഷണവും വിശ്രമവും ലഭിച്ചു. മാലിന്തിയിലെ രാത്രികളിൽ കപ്പലിലെ വിളക്കുകൾ നദിക്കരയിൽ നിഴലുകൾ തീർത്തു. കരയിൽ നിന്ന് ഡ്രമ്മുകളുടെയും സംഗീതത്തിന്റെയും ശബ്ദം കേട്ടു. വാസ്കോഡ ഗാമ കപ്പലിന്റെ ഡെക്കിലിരുന്ന് ആ ആകാശം നോക്കി. അവിടെ പുതിയ നക്ഷത്രങ്ങൾ ഉദിച്ചു നിൽക്കുന്നു. ഇന്ത്യയുടെ മണം തനിക്ക് ലഭിക്കുന്നുണ്ട് എന്നവന് തോന്നി. അജ്ഞാതമായ സമുദ്രങ്ങളെ തങ്ങൾ ഭേദിച്ചിരിക്കുന്നു. ഇനി മുന്നിലുള്ളത് ഭാരതത്തിലേക്കുള്ള അവസാനത്തെ പാതയാണ്. അതിന് തങ്ങളെ സഹായിക്കാൻ ഒരാൾ വേണം. സമുദ്രത്തിലെ വഴികൾ ഹൃദ്യസ്ഥമായ ഒരു നാവികൻ. മാലിന്തിയിലെ സുൽത്താൻ അങ്ങനെ ഒരാളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതൊരു വലിയ നിമിത്തമായിരുന്നു. ആ നാവികന്റെ പേര് ചരിത്രം പലതരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പതുക്കെ പതുക്കെ ഇന്ത്യയുടെ തീരം അവരിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. കാറ്റ് പതുക്കെ വീശുന്നു. കടൽത്തിരകൾ കപ്പലിന്റെ മരത്തോട് പതുക്കെ ഇടിച്ചു തെറിക്കുന്നു. അജ്ഞാതമായ തീരങ്ങളുടെ മണം പേറുന്ന കാറ്റിൽ കപ്പലുകൾ ശാന്തമായി ആടുന്നു. മാലിന്തിയുടെ തീരങ്ങളിൽ രാത്രി പതുക്കെ വിരുന്നു വന്നു. കടൽ തീരത്തെ മണൽപ്പരപ്പിൽ വന്നലയ്ക്കുന്ന തിരമാലകളുടെ താളം ആ നഗരത്തിന്റെ ഉറക്കത്തെ തലോടിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടതുപോലെ വാസ്കോഡ ഗാമയും സംഘവും ആഫ്രിക്കയുടെ ആ സൗഹൃദ തീരത്ത് അല്പനേരം വിശ്രമിക്കുകയായിരുന്നു. കപ്പലിലെ വിളക്കുകൾ വെള്ളത്തിൽ നീളമുള്ള നിഴലുകൾ തീർത്തു. കരയിൽ നിന്ന് വീശുന്ന കാറ്റിൽ കറുവപ്പട്ടയുടെയും മറ്റജ്ഞാതമായ സുഗന്ധദ്രവ്യങ്ങളുടെയും മണം കലർന്നിരുന്നു. തങ്ങൾ ലക്ഷ്യസ്ഥാനത്തിന്റെ പടിവാതിൽക്കലെത്തിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് നാവികരുടെ ഉള്ളിൽ ഒരു ചെറിയ മിന്നൽ പോലെ പാഞ്ഞുപോയി. അവിടെ നിന്നാണ് നമ്മുടെ ഈ വലിയ യാത്രയുടെ ഏറ്റവും നിർണായകമായ ഘട്ടം ആരംഭിക്കുന്നത്. 1498 ഏപ്രിൽ മാസത്തിലെ ആ ശാന്തമായ പുലർച്ചെ മാലിന്തിയിലെ സുൽത്താൻ അയച്ച ഒരു മനുഷ്യൻ സെന്റ് ഗബ്രിയേൽ കപ്പലിന്റെ പടവുകൾ കയറി വന്നു. അയാൾ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. സമുദ്രത്തിന്റെ ആഴങ്ങളെയും കാറ്റിന്റെ ചതിക്കുഴികളെയും സ്വന്തം കൈവെള്ളയിലെ രേഖകൾ പോലെ അറിയുന്ന ഒരു വഴികാട്ടി. സമുദ്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നാവികരിൽ ഒരാൾ. അയാളുടെ പേര് അഹമ്മദ് ഇബ്നു മാജിദ് എന്നായിരുന്നു എന്ന് ചില ചരിത്രരേഖകൾ പറയുന്നു. നരച്ച താടിയും വെയിലേറ്റ് വാടിയ കരിനിറമുള്ള തൊലിയും ആഴമേറിയ കണ്ണുകളുമുള്ള ആ മനുഷ്യൻ കപ്പലിന്റെ ഡെക്കിൽ വന്നു നിന്നു. വാസ്കോഡ ഗാമ അയാളെ ആദരവോടെ സ്വീകരിച്ചു. ആ അറബി നാവികന്റെ പക്കൽ ഒരു ഭൂപടം പോലുമില്ലായിരുന്നു. പകരം അയാളുടെ ഹൃദയത്തിൽ നക്ഷത്രങ്ങളുടെ ഭൂപടമുണ്ടായിരുന്നു. സമുദ്രത്തിലെ ഓരോ ഓളവും ഏതു ദിശയിലേക്കാണ് പോകുന്നതെന്ന് ആ മനുഷ്യൻ അറിയാമായിരുന്നു. അവർ മാലിന്തിയിൽ നിന്ന് യാത്ര തിരിക്കാൻ തയ്യാറായി. നങ്കൂരങ്ങൾ പതുക്കെ ഉയർന്നു. കപ്പലിലെ നാവികർ ആഫ്രിക്കയുടെ തീരത്തോട് വിട പറഞ്ഞു. ഈ യാത്ര ഇനി കരയെ തൊട്ടുതൊട്ടുള്ള യാത്രയല്ല. ഇത് അനന്തമായ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നെഞ്ചു പിളർന്നുകൊണ്ടുള്ള യാത്രയാണ്. അറബി നാവികൻ തന്റെ അറിവ് പോർച്ചുഗീസുകാർക്ക് പകർന്നു നൽകി. ഇന്ത്യയിലേക്ക് പോകാൻ മൺസൂൺ കാറ്റുകളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അയാൾ അവർക്ക് കാണിച്ചു കൊടുത്തു. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വീശുന്ന ആ ശക്തമായ കാറ്റുകൾ കപ്പലിലെ വലിയ വെളുത്ത പായകളെ വീർപ്പിച്ചു. കപ്പലുകൾ അമ്പുപോലെ കടലിനു മുകളിലൂടെ പായാൻ തുടങ്ങി. കര കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായി. ചുറ്റും നോക്കിയാൽ ആകാശം മുട്ടുന്ന നീലജലം മാത്രം. സമുദ്രത്തിന്റെ ഈ ഭാഗം അറ്റ്ലാന്റിക്കിനേക്കാൾ ശാന്തമായിരുന്നു. എങ്കിലും അതിനൊരു പ്രത്യേക നിഗൂഢതയുണ്ടായിരുന്നു. 23 ദിവസങ്ങൾ ആ വലിയ സമുദ്രത്തിന്റെ നടുവിൽ അവർ ചിലവഴിച്ച കാലം. കപ്പലിന്റെ മുകൾത്തട്ടിൽ നിന്നുകൊണ്ട് വാസ്കോഡ ഗാമ കിഴക്കോട്ട് നോക്കി നിന്നു. തന്റെ ജീവിതം മുഴുവൻ ഒരു സ്വപ്നത്തിനു വേണ്ടി മാറ്റിവെച്ച ആ മനുഷ്യൻ ഇപ്പോൾ ആ സ്വപ്നത്തിനരികെ എത്തിയിരിക്കുന്നു. കടലിലെ വെയിൽ കപ്പലിലെ മരങ്ങളെ ഉണക്കി. പായകളിൽ ഉപ്പു പറ്റിപ്പിടിച്ചു. ഇടയ്ക്കു പെയ്യുന്ന മഴയിൽ അവർ തങ്ങളുടെ പാത്രങ്ങൾ നിറച്ചു. കപ്പലിലെ ജീവിതം നിശബ്ദമായിരുന്നു. തിരമാലകളുടെ ഇരമ്പലും കപ്പൽ പായകളിൽ കാറ്റു തട്ടുന്ന ശബ്ദവുമല്ലാതെ മറ്റൊന്നും ആ ലോകത്തുണ്ടായിരുന്നില്ല. രാത്രികളിൽ അഹമ്മദ് ഇബ്നു മാജിദ് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി ദിശ നിർണയിച്ചു. പോർച്ചുഗീസുകാർ തങ്ങളുടെ ആസ്ട്രോലേബ് ഉപയോഗിക്കുമ്പോൾ ആ വൃദ്ധൻ തന്റെ വിരലുകൾ കൊണ്ട് ആകാശത്തെ അളന്നു. അതൊരത്ഭുത കാഴ്ചയായിരുന്നു. ആധുനിക യന്ത്രങ്ങളില്ലാതെ ആ മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര കൃത്യമായി വഴി കണ്ടെത്തുന്നതെന്ന് അവർ വിസ്മയിച്ചു. മെയ് മാസം പകുതിയായപ്പോഴേക്കും സമുദ്രത്തിലെ കാറ്റിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കടലിലെ വെള്ളത്തിന്റെ നിറം കടുത്ത നീലയിൽ നിന്നു പതുക്കെ മാറി വന്നു. സമുദ്രത്തിൽ പായലുകളും മരക്കഷ്ണങ്ങളും ഒഴുകി നടക്കുന്നതവർ കണ്ടു.
കരയടുത്തുണ്ട് എന്നതിൻ്റെ സൂചനകൾ. നാവികരുടെ ഉള്ളിൽ ഒരു വലിയ തിരമാല പോലെ ആവേശം അടിച്ചു കയറി. അവർ ഓരോ നിമിഷവും ദൂരക്കാഴ്ചയിലേക്ക് നോക്കി കണ്ണുകൾ കൂർപ്പിച്ചു. പെട്ടെന്നാണ് ആകാശം കറുത്തിരുണ്ടത്. ഒരു വലിയ കാർമേഘം രൂപം കൊണ്ടു. ശക്തമായ മഴ പെയ്തു. മലബാർ തീരത്തെ വർഷകാലം അവരെ വരവേൽക്കാൻ തുടങ്ങിയായിരുന്നു. മഴയ്ക്കിടയിലൂടെ മഞ്ഞിന്റെ മറ നീക്കി ദൂരെ ചില മലനിരകൾ പ്രത്യക്ഷപ്പെട്ടു. പശ്ചിമഘട്ട മലനിരകളുടെ നീല നിറമുള്ള കൊടുമുടികൾ. ഭാരതം! ആരോ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കപ്പലിലെ ഓരോ നാവികനും ഡെക്കിലേക്ക് ഓടിവന്നു. മഴ നനഞ്ഞുകൊണ്ടവർ ആ കാഴ്ച നോക്കി നിന്നു. തങ്ങൾ ജനിച്ച അന്നു മുതൽ കേട്ടുവളർന്ന ആ മാന്ത്രിക ദേശം ദാ മുന്നിൽ. മലകൾക്ക് താഴെ പച്ചപ്പാർന്ന തെങ്ങിൻ തോപ്പുകൾ, മനോഹരമായ തീരപ്രദേശങ്ങൾ. മസാലകളുടെ ഗന്ധമുള്ള ആ കാറ്റ് അവരെ ചുറ്റിപ്പിടിച്ചു. വാസ്കോഡഗാമ തന്റെ ക്യാബിനിലേക്ക് പോയി മുട്ടുകുത്തി നിന്നു പ്രാർത്ഥിച്ചു. തന്റെ കണ്ണുകളിൽ നിന്നൊഴുകിയ കണ്ണുനീർ തടയാൻ ആ ധീരനായ നാവികന് കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് നാഴികകൾ പിന്നിട്ട് അനേകം സഹപ്രവർത്തകന് കടലിനു ബലി നൽകി ഒടുവിൽ താൻ ആ വലിയ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. 1498 മെയ് മാസം 20-ാം തീയതി, ചരിത്രത്തിന്റെ ഗതി മാറ്റിക്കുറിച്ച ആ ദിവസം. മൂടൽമഞ്ഞു പതുക്കെ നീങ്ങി സൂര്യൻ ഉദിച്ചുയർന്നു. കോഴിക്കോടിനടുത്തുള്ള കാപ്പാടെന്ന തീരത്തേക്ക് കപ്പലുകൾ പതുക്കെ നീങ്ങി. അവിടെയുള്ള വെള്ളം ശാന്തമായിരുന്നു. കപ്പലിലെ പായകൾ പതുക്കെ ചുരുട്ടി. നങ്കൂരങ്ങൾ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു. കപ്പലിന്റെ ഭാരം ആ ശാന്തമായ കടലിൽ ഉറച്ചുനിന്നു. തീരത്തു മീൻപിടിക്കാർ തങ്ങളുടെ വള്ളങ്ങളുമായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങ് ദൂരെ നിന്നു വരുന്ന ഈ കൂറ്റൻ കപ്പലുകളെ അവർ അത്ഭുതത്തോടെ നോക്കി നിന്നു. യൂറോപ്പിന്റെ ചരിത്രവും ഭാരതത്തിന്റെ ഭാവിയും തമ്മിൽ സന്ധിക്കുന്ന ആ നിമിഷത്തിൽ പ്രകൃതി പോലും നിശ്ചലമായതുപോലെ തോന്നി. കരയിൽ നിന്ന് ചെറിയ വള്ളങ്ങൾ കപ്പലിനടുത്തേക്ക് വരാൻ തുടങ്ങി. ആ വള്ളങ്ങളിലിരുന്ന മനുഷ്യർ പോർച്ചുഗീസുകാരെ കൗതുകത്തോടെ നോക്കി. വെളുത്ത തൊലിയുള്ള വിചിത്രമായ വസ്ത്രങ്ങൾ ധരിച്ച ഈ മനുഷ്യർ എവിടെ നിന്നാണ് വരുന്നത്? വാസ്കോഡഗാമ തന്റെ കപ്പലിലെ ചില നാവികരെ കരയിലേക്ക് അയച്ചു. കച്ചവടത്തെക്കുറിച്ച് സംസാരിക്കാൻ അവർക്കവിടുത്തെ ഭരണാധികാരിയെ കാണണമായിരുന്നു. കാപ്പാട് തീരത്തെ മണലിൽ ആദ്യമായൊരു പോർച്ചുഗീസ് പാദം പതിച്ചപ്പോൾ അതൊരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു. സമുദ്രം പതുക്കെ കരയിലേക്ക് അലച്ചുകയറി ആ കാൽപ്പാടുകളെ മായ്ക്കാൻ ശ്രമിച്ചെങ്കിലും ചരിത്രത്തിൽ ആ പാടുകൾ എന്നും നിലനിൽക്കുമായിരുന്നു. അവിടെയുള്ള പ്രാദേശിക ഭരണാധികാരിയായ സാമൂതിരി അന്ന് കോഴിക്കോട് നഗരത്തിലായിരുന്നു. കപ്പലുകൾ വന്ന വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹം അവരെ കാണാൻ അനുവാദം നൽകി. പക്ഷേ കൊട്ടാരത്തിലേക്ക് പോകുന്നതിനു മുമ്പ് കപ്പലിൽ അല്പം സമയം കൂടി ചിലവഴിക്കാൻ വാസ്കോ തീരുമാനിച്ചു. അവൻ കപ്പലിന്റെ ഡെക്കിൽ നിന്ന് ആ തീരത്തെ പച്ചപ്പ് നോക്കി നിന്നു. അവിടെ വായുവിൽ ഏലത്തിന്റെയും കുരുമുളകിന്റെയും സുഗന്ധം ശരിക്കും അനുഭവപ്പെട്ടു. അറബിക്കടലിന്റെ തീരത്ത് പതുക്കെ വിളക്കുകൾ തെളിയാൻ തുടങ്ങി. കോഴിക്കോട് നഗരത്തിലെ അങ്ങാടികളിൽ നിന്നുള്ള ശബ്ദങ്ങൾ കപ്പലിലേക്കെത്തി. അതൊരു സമൃദ്ധിയുടെ സംഗീതമായിരുന്നു. രാത്രിയായി. ആകാശത്ത് തെളിഞ്ഞ നക്ഷത്രങ്ങൾ കോഴിക്കോട്ടെ കടൽ വെള്ളത്തിൽ തിളങ്ങി. കപ്പലുകൾ പതുക്കെ ആടുന്നു. തിരമാലകൾ കപ്പലിന്റെ മരത്തോട് ചേർന്ന് എന്തോ മന്ത്രിക്കുന്നതുപോലെ തോന്നി. പരിപക്ഷേ അത് വരാനിരിക്കുന്ന യുദ്ധങ്ങളുടെയോ അല്ലെങ്കിൽ വലിയൊരു കച്ചവട ബന്ധത്തിന്റെയോ മുന്നറിയിപ്പായിരിക്കാം. കപ്പലിലെ നാവികർ തങ്ങളുടെ പഴയ കപ്പൽ ബിസ്ക്കറ്റുകൾ മാറ്റിവെച്ച് കരയിൽ നിന്ന് കൊണ്ടുവന്ന പഴങ്ങളും ഇളനീരും കഴിച്ചു. ആ നിമിഷത്തിന്റെ മധുരം അവർക്ക് വാക്കുകൾക്കപ്പുറമായിരുന്നു. വാസ്കോഡഗാമ തന്റെ ഡയറിയിൽ അന്നത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തി. നാളെ താൻ സാമൂതിരിയുടെ കൊട്ടാരത്തിലേക്ക് പോകും. അവിടെ തന്റെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കപ്പെടും. കാറ്റ് പതുക്കെ വീശുന്നു. കടൽത്തിരകൾ കപ്പലിന്റെ മരത്തോട് പതുക്കെ ഇടിച്ചു തെറിക്കുന്നു. കോഴിക്കോടിന്റെ ശാന്തമായ തീരത്ത് സമുദ്രം ഒരു വലിയ യാത്രയുടെ വിജയത്തെ ആലിംഗനം ചെയ്യുകയാണ്. കാപ്പാടിന്റെ തീരത്ത് ആ രാത്രി പതുക്കെ കടന്നുപോയി. കപ്പലിന്റെ ഡെക്കിലിരുന്ന് ദൂരേക്ക് നോക്കിയ നാവികർ കണ്ടത് കരയിൽ അവിടെവിടെയായി തെളിയുന്ന വിളക്കുകളാണ്. ഇരുണ്ട കടലിനപ്പുറം ഒരു വലിയ ലോകം ഉണർന്നിരിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ. വാസ്കോഡഗാമ തന്റെ കപ്പലുകൾ ഭാരതത്തിന്റെ മണ്ണിൽ ആദ്യമായി നങ്കൂരമിട്ടിരിക്കുകയാണ്. കടൽക്കാറ്റിൽ ഇപ്പോൾ ഉപ്പിന്റെ ഗന്ധത്തേക്കാൾ കൂടുതൽ മണ്ണിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണം കലർന്നിരിക്കുന്നു. ആ മണം അവരെ ഓർമ്മിപ്പിച്ചത് തങ്ങൾ പിന്നിട്ട 10,000-കണക്കിന് നാഴികകളെയാണ്. അവിടെ നിന്നാണ് നമ്മുടെ കഥയുടെ 5-ാം അധ്യായം കോഴിക്കോടിന്റെ തെരുവുകളിലേക്ക് പതുക്കെ നടന്നു കയറുന്നത്. 1498 മെയ് മാസം 21-ാം തീയതി സൂര്യൻ പതുക്കെ അറബിക്കടലിന്റെ ചക്രവാളത്തിൽ നിന്നുദിച്ചുയർന്നു. കോഴിക്കോട് എന്ന ആ മഹാനഗരം അതിന്റെ സകല പ്രതാപത്തോടും കൂടി അവരുടെ മുന്നിൽ തെളിഞ്ഞു. കപ്പലുകൾ കാപ്പാട് നിന്ന് പതുക്കെ നീങ്ങി കോഴിക്കോട് നഗരത്തിന്റെ പ്രധാന തുറമുഖത്തിനടുത്തു വന്നു.
അവിടെ സമുദ്രം തിരക്കേറിയതായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ അവിടെ നങ്കൂരമിട്ടിരുന്നു. ചൈനയിൽ നിന്നുള്ള ഭീമൻ കപ്പലുകൾ, അറേബ്യയിൽ നിന്നുള്ള പായ് കപ്പലുകൾ, പ്രാദേശികമായ വള്ളങ്ങൾ. അവയ്ക്കിടയിലൂടെ പോർച്ചുഗീസുകാരുടെ 3 കപ്പലുകൾ പതുക്കെ വഴിമാറി നീങ്ങി. തീരത്ത് മണൽത്തരികൾ പോലും കാണാൻ കഴിയാത്ത വിധം ആളുകൾ തടിച്ചുകൂടിയിരുന്നു. വിചിത്രമായ രൂപമുള്ള ഈ വിദേശ കപ്പലുകളെയും അതിലെ നാവികരെയും കാണാൻ നഗരം മുഴുവൻ കടൽ തീരത്തേക്കൊഴുകിയെത്തി. വാസ്കോഡ ഗാമ തൻ്റെ ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ധരിക്കാൻ തീരുമാനിച്ചു. കടും ചുവപ്പ് നിറത്തിലുള്ള ഒരങ്കി, അരയിൽ സ്വർണ്ണപ്പിടിയുള്ള വാൾ, തലയിൽ വിലപിടിപ്പുള്ള തൊപ്പി. താനൊരു വലിയ രാജാവിൻ്റെ പ്രതിനിധിയാണെന്ന് ഈ ദേശത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് അവൻ അറിയാമായിരുന്നു. കപ്പലിൽ നിന്നൊരു ചെറിയ വള്ളത്തിൽ അവൻ കരയിലേക്ക് തിരിച്ചു. അവനൊപ്പം കുറച്ച് നാവികരും ആയുധധാരികളായ സൈനികരുമുണ്ടായിരുന്നു. അവർ കരയിൽ പാദം കുത്തിയപ്പോൾ ജനക്കൂട്ടം അവർക്ക് വഴിമാറിക്കൊടുത്തു. അവിടെ അവരെ സ്വീകരിക്കാൻ സാമൂതിരി രാജാവിൻ്റെ ഉദ്യോഗസ്ഥർ കാത്തുനിന്നിരുന്നു. വലിയ പല്ലക്കുകളും വാദ്യമേളങ്ങളും അവിടെ തയ്യാറായിരുന്നു. വാസ്കോയെ ഒരു പല്ലക്കിലിരുത്തി അവർ നഗരത്തിൻ്റെ ഉള്ളിലേക്ക് ആനയിച്ചു. കോഴിക്കോട്ടെ തെരുവുകളിലൂടെയുള്ള ആ യാത്ര ഒരു സ്വപ്നം പോലെയായിരുന്നു. വീതി കുറഞ്ഞ തെരുവുകളുടെ ഇരുവശവും വലിയ മാളികകളും കടകളും നിറഞ്ഞു നിൽക്കുന്നു. കടകളിൽ കുന്നുകൂട്ടി വച്ചിരിക്കുന്ന കുരുമുളകും ഉണങ്ങിയ ഇഞ്ചിയും കറുവപ്പട്ടയും തിളങ്ങുന്ന പട്ടുതുണികളും വാസ്കോ അത്ഭുതത്തോടെ നോക്കി. ഇത്രയും സമ്പന്നമായൊരു നഗരം അവൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലായിരുന്നു. അവിടുത്തെ മനുഷ്യർ ധരിച്ചിരുന്ന ആഭരണങ്ങളും അവരുടെ വസ്ത്രധാരണ രീതിയും അവനെ വിസ്മയിപ്പിച്ചു. വഴിമധ്യേ അവർ ഒരു വലിയ ക്ഷേത്രത്തിനു മുന്നിലെത്തി. പോർച്ചുഗീസുകാർ കരുതിയത് അതൊരു ക്രിസ്ത്യൻ പള്ളിയാണെന്നാണ്. അവിടെ കണ്ട ദേവതകളുടെ രൂപങ്ങൾ കന്യാമറിയവും വിശുദ്ധന്മാരുമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അവർ അവിടെ പ്രാർത്ഥിച്ചു. സാംസ്കാരികമായ ആ വലിയ തെറ്റിദ്ധാരണ അവരുടെ മനസ്സിലൊരു സുരക്ഷിത ബോധം നൽകി. തങ്ങളൊരു ക്രിസ്ത്യൻ രാജ്യത്താണ് എത്തിയിരിക്കുന്നത് എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. പതുക്കെ അവർ സാമൂതിരിയുടെ കൊട്ടാരത്തിന് മുന്നിലെത്തി. കോഴിക്കോടിൻ്റെ ഭരണാധികാരിയായ സാമൂതിരി അന്ന് വളരെ പ്രതാപശാലിയായിരുന്നു. കൊട്ടാരത്തിൻ്റെ വലിയ കവാടങ്ങൾ കടന്ന് അവർ അകത്തേക്ക് പ്രവേശിച്ചു. അന്തരീക്ഷത്തിൽ ചന്ദനത്തിരികളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും പുക പടർന്നു നിന്നിരുന്നു. കൊട്ടാരത്തിൻ്റെ ചുവരുകളിൽ മനോഹരമായ കുത്തുപണികളുണ്ടായിരുന്നു. നിലത്ത് വിരിച്ചിരുന്ന പട്ടുപരവതാനികളിലൂടെ നടന്ന് അവർ ഒരു വലിയ ഹാളിലെത്തി. അവിടെ സ്വർണസിംഹാസനത്തിൽ സാമൂതിരി രാജാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത്ഭുതകരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ ഒരു വൃദ്ധൻ. അദ്ദേഹത്തിൻ്റെ കൈകളിൽ വലിയ രത്നങ്ങൾ പതിച്ച വളകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. സാമൂതിരി അവരെ നോക്കി പുഞ്ചിരിച്ചു. വാസ്കോഡ ഗാമ തൻ്റെ രാജാവായ മാനുവലിൻ്റെ കത്ത് അദ്ദേഹത്തിന് കൈമാറി. തങ്ങൾ സമുദ്രങ്ങൾ താണ്ടി വന്നത് കച്ചവടത്തിനാണെന്നും തങ്ങളുടെ രാജ്യം കോഴിക്കോടുമായി സൗഹൃദം ആഗ്രഹിക്കുന്നു എന്നും അവൻ പറഞ്ഞു. പക്ഷേ സംഭാഷണങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ഭാഷ ഒരു വലിയ തടസ്സമായിരുന്നു. ഒരു അറബി വ്യാപാരി വഴിയാണ് അവർ പരസ്പരം സംസാരിച്ചത്. സാമൂതിരി അവരുടെ യാത്രയെക്കുറിച്ചും കപ്പലുകളെക്കുറിച്ചും ചോദിച്ചു. പതുക്കെ അവർ കൊണ്ടുവന്ന സമ്മാനങ്ങൾ പുറത്തെടുത്തു. അവിടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. വാസ്കോ കൊണ്ടുവന്ന സമ്മാനങ്ങൾ 12 തുണിക്കഷണങ്ങൾ, 6 തൊപ്പികൾ, 4 തരം പവിഴങ്ങൾ, കുറച്ചു പഞ്ചസാര, 2 വീപ്പ് നിറയെ തേനാണ്. സാമൂതിരിയുടെ ഉദ്യോഗസ്ഥർ ആ സമ്മാനങ്ങൾ കണ്ടപ്പോൾ പരിഹാസത്തോടെ ചിരിച്ചു. ഏറ്റവും ദരിദ്രനായ ഒരു വ്യാപാരി പോലും ഇതിലും നല്ല സമ്മാനങ്ങൾ നൽകാറുണ്ട്. ലോകം കീഴടക്കിയ ഒരു രാജാവിൻ്റെ പ്രതിനിധിയാണോ നിങ്ങൾ? അവർ ചോദിച്ചു. സാമൂതിരിയുടെ മുഖത്തും അതൃപ്തി നിഴൽച്ചെന്നു. സ്വർണവും വെള്ളിയും രത്നങ്ങളും ധാരാളമുള്ള ഒരു കൊട്ടാരത്തിൽ ഈ ചെറിയ സമ്മാനങ്ങൾക്ക് ഒരു വിലയുമില്ലായിരുന്നു. വാസ്കോഡ ഗാമ അല്പം നാണിച്ചുപോയി. തങ്ങൾ ആഫ്രിക്കയിലെ ഗോത്രവർഗക്കാരെ കാണാൻ കരുതിയ സമ്മാനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് അവൻ ആരോടും പറഞ്ഞില്ല. എങ്കിലും അവൻ അവൻ്റെ അഭിമാനം കൈവിട്ടില്ല. താനൊരു വലിയ സൈന്യത്തിൻ്റെ നേതാവാണെന്നും ഇതൊരു തുടക്കം മാത്രമാണെന്നും അവൻ മറുപടി പറഞ്ഞു. രാജാവ് ആ സമ്മാനങ്ങൾ സ്വീകരിച്ചെങ്കിലും അന്തരീക്ഷത്തിലൊരു തണുപ്പ് പടർന്നു. ഇതിനിടയിൽ മറ്റൊരു വിഭാഗം പോർച്ചുഗീസുകാരെ സംശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. നൂറ്റാണ്ടുകളായി കോഴിക്കോട്ടെ കച്ചവടം നിയന്ത്രിച്ചിരുന്ന അറബി വ്യാപാരികൾ. പുതിയൊരു സമുദ്രപാത കണ്ടെത്തി യൂറോപ്യക്കാർ വന്നത് തങ്ങളുടെ കച്ചവടത്തിന് ഭീഷണിയാകുമെന്ന് അവർ മനസ്സിലാക്കി. അവർ സാമൂതിരിയുടെ ചെവിയിൽ വിഷം കലക്കാൻ തുടങ്ങി. ഇവർ വെറും കച്ചവടക്കാരല്ല, ഇവർ കടൽ കൊള്ളക്കാരാണ്, ഇവരെ വിശ്വസിക്കരുത് എന്നവർ ആവർത്തിച്ചു പറഞ്ഞു. സാമൂതിരിക്ക് ഈ വിദേശികളോട് ഒരു തരം അവിശ്വാസം തോന്നിത്തുടങ്ങി. എങ്കിലും തൻ്റെ അതിഥികളോട് മര്യാദ കാണിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു.
തുറമുഖത്ത് കപ്പലുകൾക്ക് കാവൽ നിന്നിരുന്ന നാവികർ അസ്വസ്ഥരായിരുന്നു. കരയിൽ പോയവർ മടങ്ങിവരാത്തത് അവരിൽ ഭയമുണ്ടാക്കി. കോഴിക്കോട്ടെ അങ്ങാടികളിൽ നടന്ന കച്ചവടം വിചിത്രമായിരുന്നു. പോർച്ചുഗീസുകാർക്ക് പകരമായി നൽകാൻ വലിയ സാധനങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. അവർ കൊണ്ടുവന്ന വസ്തുക്കൾ വിൽക്കാൻ പ്രയാസമായി. എങ്കിലും പതുക്കെ പതുക്കെ അവർ കുറച്ചു മസാലകളും രത്നങ്ങളും വാങ്ങി. എല്ലാ കച്ചവടത്തിലും അറബി വ്യാപാരികൾ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. കോഴിക്കോട്ടെ നഗരവീഥികളിൽ പോർച്ചുഗീസുകാർക്ക് നേരെ പലപ്പോഴും പരിഹാസങ്ങളും തർക്കങ്ങളുമുണ്ടായി. വാസ്കോഡ ഗാമ തന്റെ കപ്പലിലേക്ക് മടങ്ങാൻ അനുവാദം ചോദിച്ചപ്പോൾ രാജാവ് ആദ്യം അത് നിരസിച്ചു. തങ്ങളുടെ ആൾക്കാരെ ബന്ധികളാക്കി വച്ചിരിക്കുകയാണോ എന്ന് വാസ്കോ ഭയപ്പെട്ടു. അവസാനം കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് കപ്പലിലേക്ക് മടങ്ങാൻ അനുവാദം ലഭിച്ചു. പക്ഷെ അപ്പോഴേക്കും അന്തരീക്ഷം ആകെ മാറിയിരുന്നു. സമുദ്രത്തിലെ കാറ്റ് പരുക്കനായി തുടങ്ങി. വർഷകാലം അതിന്റെ ശക്തി കാണിക്കാൻ തുടങ്ങി. കോഴിക്കോട് നഗരം മഴയിൽ കുളിച്ചുനിന്നു. കടലിലെ തിരമാലകൾ കപ്പലിന്റെ മരത്തോട് ശക്തിയായി അടിച്ചു. തന്റെ ദൗത്യം വിജയമാണോ അതോ പരാജയമാണോ എന്ന് വാസ്കോയ്ക്ക് ഉറപ്പില്ലായിരുന്നു. താൻ ഇന്ത്യയെ കണ്ടെത്തിയിരിക്കുന്നു, പക്ഷെ ഇവിടുത്തെ രാജാവിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി എന്ത് സംഭവിക്കും? ഒരു മടങ്ങിവരവുണ്ടാകുമോ? അതോ തങ്ങൾ ഇവിടെ തന്നെ തടവിലാകുമോ? രാത്രിയുടെ നിശബ്ദതയിൽ കപ്പലിന്റെ ഡെക്കിലിരുന്ന് വാസ്കോഡ ഗാമ കോഴിക്കോട് നഗരത്തെ നോക്കി. നഗരത്തിലെ വിളക്കുകൾ മഴയിൽ മങ്ങിയിരിക്കുന്നു. മഴത്തുള്ളികൾ കപ്പലിലെ പായകളിൽ വീഴുന്ന ശബ്ദം. ദൂരെ അങ്ങാടികളിലെ തിരക്കുകൾ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ അവന്റെ മനസ്സിലെ തിരക്കുകൾ അവസാനിച്ചിട്ടില്ല. ഈ മണ്ണ് അത്ര എളുപ്പത്തിൽ കീഴ്പ്പെടുന്ന ഒന്നല്ല. ഇവിടുത്തെ രാജാക്കന്മാർക്കും വ്യാപാരികൾക്കും വലിയ ശക്തിയുണ്ട്. തനിക്കിനിയും ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തിന്റെ ഭൂപടത്തിൽ കോഴിക്കോട് എന്ന പേര് ഇനി പോർച്ചുഗലിന്റെ ഹൃദയത്തിൽ കൊത്തിവയ്ക്കപ്പെടും. കാറ്റ് പതുക്കെ വീശുന്നു. കടൽ തിരകൾ കപ്പലിന്റെ മരത്തോട് പതുക്കെ ഇടിച്ചു തെറിക്കുന്നു. മഴ പെയ്യുന്ന അറബിക്കടലിന്റെ തീരത്ത് ഒരു വലിയ കച്ചവടത്തിന്റെ ആദ്യ വിത്തുകൾ പാകപ്പെട്ടിരിക്കുകയാണ്. കോഴിക്കോട്ടെ ആ രാത്രി പതുക്കെ പെയ്തു തീരുകയായിരുന്നു. കാപ്പാടിന്റെ തീരത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലുകൾക്ക് മുകളിൽ മഴമേഘങ്ങൾ കനം തൂങ്ങി നിന്നു. കപ്പലിന്റെ പലകകളിൽ വീഴുന്ന ഓരോ മഴത്തുള്ളിയും ഒരു കഥ പറയുന്നത് പോലെ തോന്നി. തങ്ങൾ തേടി വന്ന ആ ലക്ഷ്യം കൈവെള്ളയിലെത്തിയെങ്കിലും അത് വിചാരിച്ചത്ര ലളിതമല്ലെന്ന് വാസ്കോഡ ഗാമ തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ. സാമൂതിരിയുടെ കൊട്ടാരത്തിലെ ആഡംബരങ്ങൾക്ക് മുന്നിൽ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന സമ്മാനങ്ങൾ വെറും നിസ്സാരമായി മാറിയിരുന്നു. സമുദ്രത്തിന്റെ അധിപന്മാരെന്ന് സ്വയം വിശ്വസിച്ചിരുന്നവർ ഭാരതത്തിന്റെ ഈ സമൃദ്ധിക്ക് മുന്നിൽ ആദ്യമായി തങ്ങളുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞു. 1498 ഓഗസ്റ്റ് മാസം. കോഴിക്കോട് നഗരം അപ്പോഴും കച്ചവടത്തിന്റെ തിരക്കിലായിരുന്നു. പക്ഷേ പോർച്ചുഗീസ് കപ്പലുകൾക്കുള്ളിൽ അന്തരീക്ഷം വല്ലാതെ മുറുകിയിരുന്നു. വാസ്കോഡ ഗാമ തന്റെ ക്യാബിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അറബി വ്യാപാരികളുടെ സ്വാധീനം സാമൂതിരിയുടെ തീരുമാനങ്ങളെ മാറ്റുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. കപ്പലിലെ വസ്തുക്കൾ വിൽക്കാൻ അവർക്ക് വലിയ തടസ്സങ്ങൾ നേരിട്ടു. തങ്ങൾ കൊണ്ടുവന്ന തുണികളും മറ്റുപഹാരങ്ങളും ഈ നാട്ടിലെ വ്യാപാരികൾക്ക് താൽപ്പര്യമില്ലാത്തവയായിരുന്നു. അവർക്ക് വേണ്ടത് സ്വർണവും വെള്ളിയുമായിരുന്നു. കപ്പലിലെ ഓരോ നാവികനും ഭയത്തോടെയാണ് കരയിലേക്ക് നോക്കിയിരുന്നത്. തെരുവുകളിൽ അറബി വ്യാപാരികൾ അവരെ സംശയത്തോടെ വീക്ഷിച്ചു. ഓരോ നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്നവസ്ഥ. വാസ്കോഡ ഗാമ വീണ്ടും സാമൂതിരിയെ കാണാൻ ശ്രമിച്ചു. തന്റെ കപ്പലുകൾക്ക് മടങ്ങാൻ അനുവാദം നൽകണമെന്നും പോർച്ചുഗലിലെ രാജാവിന് നൽകാൻ ചില മസാലകളും കത്തുകളും തരണമെന്നും അവൻ അഭ്യർത്ഥിച്ചു. എന്നാൽ സാമൂതിരിയുടെ ഉദ്യോഗസ്ഥർ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു. തുറമുഖത്ത് കപ്പലുകൾ നിർത്തുന്നതിനും കച്ചവടം നടത്തുന്നതിനുമുള്ള നികുതിയായി വലിയൊരു തുക സ്വർണമായി നൽകണം. ഇത് വാസ്കോയെ ക്ഷുഭിതനാക്കി. താനൊരു അതിഥിയാണെന്നും ലോകം ചുറ്റിവന്ന ഒരു നാവികനെ ഇങ്ങനെ അപമാനിക്കരുതെന്നും അവൻ വാദിച്ചു. പക്ഷേ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണെന്നായിരുന്നു കോഴിക്കോടിന്റെ മറുപടി. തർക്കം മുറുകിയപ്പോൾ കരയിലുണ്ടായിരുന്ന ചില പോർച്ചുഗീസ് നാവികരെ സാമൂതിരിയുടെ സൈന്യം തടഞ്ഞുവെച്ചു. ഇത് കണ്ട വാസ്കോ പ്രതികാരമായി കരയിൽ നിന്ന് കപ്പലിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വന്ന 16 തദ്ദേശവാസികളെ കപ്പലിൽ തടവിലാക്കി. സമുദ്രം അപ്പോൾ ശാന്തമായിരുന്നുവെങ്കിലും മനുഷ്യരുടെ മനസ്സിൽ കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. തൻ്റെ ആളുകളെ വിട്ടയച്ചാൽ മാത്രമേ തടവുകാരെ വിട്ടു നൽകൂ എന്ന് വാസ്കോ അറിയിച്ചു. ദിവസങ്ങളോളം നീണ്ട ആ അനിശ്ചിതത്വത്തിനൊടുവിൽ സാമൂതിരി തൻ്റെ നാവികരെ വിട്ടയക്കാൻ തയ്യാറായി. വാസ്കോഡ ഗാമയും തൻ്റെ പക്കലുണ്ടായിരുന്ന തടവുകാരിൽ ഭൂരിഭാഗം പേരെയും വിട്ടയച്ചു. എങ്കിലും പോർച്ചുഗലിലെ രാജാവിന് തൻ്റെ നേട്ടം ബോധ്യപ്പെടുത്താൻ വേണ്ടി 6 പേരെ അവൻ കപ്പലിൽ തന്നെ നിർത്തി. അവരിനി മടക്കയാത്രയിൽ അവൻ്റെ സാക്ഷികളാണ്. ആഫ്രിക്കയുടെ തീരങ്ങൾ കടന്ന് അനന്തമായ സമുദ്രത്തിലൂടെ അവർ അജ്ഞാതമായ ഒരു ലോകത്തേക്ക് നിർബന്ധപൂർവം കൊണ്ടുപോകപ്പെടുകയാണ്.
ഓഗസ്റ്റ് മാസം 29-ാം തീയതി കോഴിക്കോടിൻ്റെ തീരത്ത് നിന്ന് കപ്പലുകൾ പതുക്കെ നങ്കൂരമുയർത്തി. കാറ്റ് അപ്പോഴും അനുകൂലമായിരുന്നില്ല. മടക്കയാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം അതല്ലെന്ന് പല നാവികർക്കും അറിയാമായിരുന്നു. എങ്കിലും അവിടെ ഇനിയും തുടരുന്നത് അപകടമാണെന്ന് വാസ്കോ ഉറപ്പിച്ചു. കോഴിക്കോടിൻ്റെ തീരത്തെ പച്ചപ്പ് പതുക്കെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു തുടങ്ങി. അങ്ങുദൂരെ പശ്ചിമഘട്ട മലനിരകൾ മഞ്ഞിനുള്ളിൽ ഒളിച്ചു. വാസ്കോഡ ഗാമ കപ്പലിൻ്റെ പിന്നിലിരുന്ന് ആ തീരത്തെ അവസാനമായി നോക്കി. അവൻ തേടി വന്ന ഇന്ത്യ ഇതാ പിന്നിൽ അവശേഷിക്കുന്നു. കൈനിറയെ മസാലകളുമായല്ല അവൻ മടങ്ങുന്നത്, പക്ഷേ ലോകത്തിൻ്റെ ഭൂപടം മാറ്റിവരയ്ക്കാനുള്ള അറിവുമായാണ് അവൻ പോകുന്നത്. കുരുമുളകും കറുവപ്പട്ടയും നിറഞ്ഞ ചില ഭരണികൾ കപ്പലിൻ്റെ അറകളിൽ സൂക്ഷിച്ചിരുന്നു. അവ പോർച്ചുഗലിൻ്റെ ഭാവി മാറ്റാൻ പോകുന്ന നിധികളാണ്. യാത്ര തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും സമുദ്രം അതിൻ്റെ ഭീകരരൂപം പുറത്തെടുത്തു. അറബിക്കടലിലെ മൺസൂൺ കാറ്റുകൾ അവർക്ക് വിപരീതമായാണ് വീശിയിരുന്നത്. മടക്കയാത്രയിൽ ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് എത്താൻ അവർക്ക് 3 മാസത്തോളം എടുത്തു. പോകുമ്പോൾ വെറും 23 ദിവസങ്ങൾ കൊണ്ട് പിന്നിട്ട ആ ദൂരം ഇപ്പോൾ അവസാനമില്ലാത്ത ഒരു പീഡനമായി മാറി. കാറ്റ് കപ്പലുകളെ പടിഞ്ഞാറോട്ട് നീങ്ങാൻ അനുവദിച്ചില്ല. ഭക്ഷണവും വെള്ളവും ഓരോ ദിവസവും കുറഞ്ഞു വന്നു. കപ്പലിലെ നാവികർക്കിടയിൽ വീണ്ടും രോഗം പടർന്നു. ഇത്തവണ അത് കൂടുതൽ മാരകമായിരുന്നു. മോണകൾ വീർത്ത് ശരീരമാസകലം വേദനയോടെ ഓരോരുത്തരായി വീഴാൻ തുടങ്ങി. 30ഓളം നാവികൾ ആ മടക്കയാത്രയിൽ സമുദ്രത്തിനിരയായി. അവരുടെ ശരീരങ്ങൾ ശാന്തമായ ആ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുമ്പോൾ വാസ്കോഡ ഗാമ നിസ്സഹായനായി നോക്കി നിന്നു. കപ്പലിലെ തടിപ്പലകകൾ സൂര്യൻ്റെ ചൂടിൽ ഉണങ്ങി വിണ്ടുകേറി. ശുദ്ധജലം തീരാറായപ്പോൾ അവർ മഴവെള്ളത്തിനായി കാത്തിരുന്നു. കപ്പലിൻ്റെ പായകൾ പലപ്പോഴും കാറ്റില്ലാതെ തൂങ്ങിക്കിടന്നു. ആ നിശബ്ദതയിൽ അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്തു. പോർച്ചുഗലിലെ തണുപ്പുള്ള രാത്രികളും വീടിൻ്റെ മണവും അവരുടെ സ്വപ്നങ്ങളിൽ വന്നു. വാസ്കോഡ ഗാമ തൻ്റെ കപ്പലായ സെൻറ്റ് ഗേബ്രിയലിലെ ഓരോ നാവികനെയും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. തൻ്റെ സഹോദരൻ പൗലോഡ ഗാമയുടെ ആരോഗ്യവും മോശമായിക്കൊണ്ടിരുന്നു. അത് വാസ്കോയെ വല്ലാതെ തളർത്തി. സ്വന്തം രക്തത്തെ ഈ യാത്രയിലേക്ക് കൊണ്ടുവന്നത് തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് അവനൊരു നിമിഷം ചിന്തിച്ചു കാണും. പക്ഷേ ഒരു കമാൻഡർക്ക് തൻ്റെ സങ്കടങ്ങൾ പുറത്തു കാണിക്കാൻ കഴിയില്ല. അവൻ നക്ഷത്രങ്ങളെ നോക്കി ദിശ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ 1499 ജനുവരി മാസം ആദ്യം അവർ ആഫ്രിക്കയുടെ തീരത്ത് മാലിന്തിയിൽ തിരിച്ചെത്തി. അവിടെ അവർക്ക് വലിയ സ്വീകരണം ലഭിച്ചു. മാലിന്തിയിലെ സുൽത്താൻ അവർക്ക് പുതിയ ഭക്ഷണവും പഴങ്ങളും നൽകി. രോഗം ബാധിച്ച നാവികർക്ക് അത് വലിയൊരാശ്വാസമായിരുന്നു. അവിടെ കുറച്ചു ദിവസം വിശ്രമിച്ച ശേഷം അവർ യാത്ര തുടർന്നു. പക്ഷേ കപ്പലിലെ നാവികരുടെ എണ്ണം വളരെ കുറവായിരുന്നു. 3 കപ്പലുകളെ നിയന്ത്രിക്കാൻ ആവശ്യമായ ആളുകൾ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സെൻറ്റ് റാഫേൽ എന്ന കപ്പൽ ഉപേക്ഷിക്കാൻ വാസ്കോ തീരുമാനിച്ചു. സ്വന്തം സഹോദരൻ നയിച്ചിരുന്ന ആ കപ്പലിന് അവർ തീയിട്ടു. ആ തീജ്വാലകൾ കടൽ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ വാസ്കോയുടെ ഹൃദയം വിങ്ങുകയായിരുന്നു. തൻ്റെ കപ്പൽപ്പടയുടെ ഒരു ഭാഗം കൂടി കടലിൽ ഇല്ലാതെയാകുന്നു. അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിയായിരുന്നു. ആഫ്രിക്കയുടെ തെക്കേ അറ്റം കടക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നി. കാരണം തങ്ങളുടെ വീടിൻ്റെ പടിവാതിൽക്കലെത്തിയതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. അറ്റ്ലാന്റിക് സമുദ്രം അവരെ വരവേറ്റു. കാറ്റിത്തവണ അവർക്ക് അനുകൂലമായിരുന്നു. കപ്പലുകൾ വേഗത്തിൽ വടക്കോട്ട് നീങ്ങി. എങ്കിലും ദുരന്തങ്ങൾ അവരെ വിട്ടുപോയിരുന്നില്ല. വാസ്കോഡ സഹോദരൻ പൗലോഡ ഗാമയുടെ നില അതീവ ഗുരുതരമായി മാറി. കപ്പൽ പോർച്ചുഗലിനോട് അടുക്കുമ്പോഴേക്കും അവൻ മരണത്തോട് മല്ലിടുകയായിരുന്നു. തൻ്റെ സഹോദരനെ ജീവനോടെ നാട്ടിലെത്തിക്കാൻ വാസ്കോ പ്രാർത്ഥിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. യാത്രയുടെ അവസാന ഘട്ടത്തിൽ അവർ അസോറസ് ദ്വീപുകളിൽ കപ്പൽ നിർത്തി. അവിടെ വെച്ച് പൗലോഡ ഗാമ ഈ ലോകത്തോട് വിട പറഞ്ഞു. സമുദ്രങ്ങൾ കീഴടക്കിയ ആ വലിയ നാവികൻ തൻ്റെ ജന്മനാടിൻ്റെ മണ്ണിൽ തൊടാൻ കഴിയാതെ യാത്രയായി. തൻ്റെ സഹോദരനെ അവിടെ അടക്കം ചെയ്ത ശേഷം വാസ്കോഡ ഗാമ ഒരു തകർന്ന മനുഷ്യനായാണ് പോർച്ചുഗലിലേക്ക് തിരിച്ചത്. വലിയൊരു വിജയത്തിൻ്റെ വാർത്ത തൻ്റെ പക്കലുണ്ടെങ്കിലും അതിൻ്റെ വില സ്വന്തം സഹോദരൻ്റെ ജീവനായിരുന്നു. ലിസ്ബണിലെ തീരങ്ങൾ ദൂരെ തെളിയാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ മനസ്സിൽ സന്തോഷത്തേക്കാൾ കൂടുതൽ ദുഃഖമായിരുന്നു നിറഞ്ഞത്. 1499 സെപ്റ്റംബർ മാസം ലിസ്ബൺ നഗരം അതിൻ്റെ ഹീറോയെ സ്വീകരിക്കാൻ തയ്യാറായി നിന്നു. 2 വർഷങ്ങൾക്ക് മുൻപ് പുറപ്പെട്ട കപ്പൽപ്പടയിൽ നിന്ന് വെറും 2 കപ്പലുകൾ മാത്രമാണ് തിരിച്ചെത്തിയത്. 170 നാവികരിൽ ജീവനോടെ മടങ്ങിയെത്തിയത് വെറും 54 പേർ മാത്രം. പക്ഷേ ആ 54 പേർ കൊണ്ടുവന്ന വാർത്ത ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ആഫ്രിക്കയെ ചുറ്റി ഇന്ത്യയിലേക്കുള്ള ആ കടൽപാത അവർ കണ്ടെത്തിയിരിക്കുന്നു. സമുദ്രത്തിലെ ആ രഹസ്യ വഴി ഇനി പോർച്ചുഗലിൻ്റേതാണ്. ലിസ്ബണിലെ പള്ളികളിൽ മണികൾ മുഴങ്ങി. നഗരം ആഘോഷങ്ങളിൽ മുഴുകി. രാജാവ് മാനുവൽ ഒന്നാമൻ വാസ്കോഡ ഗാമയെ വലിയ ബഹുമതികളോടെ സ്വീകരിച്ചു. കാറ്റ് പതുക്കെ വീശുന്നു. കടൽ തിരകൾ കപ്പലിൻ്റെ മരത്തോട് പതുക്കെ ഇടിച്ചു തെറിക്കുന്നു. ലിസ്ബണിലെ ആ തണുത്ത രാത്രിയിൽ സമുദ്രം ഒരു വലിയ യാത്രയുടെ വിജയത്തെയും വേദനയെയും സാക്ഷിയാക്കി നിശബ്ദമായി നിന്നു. ലിസ്ബണിലെ രാത്രികൾക്കിപ്പോൾ പഴയതിനേക്കാൾ വശ്യതയുണ്ടെന്ന് തോന്നി. താഗസ് നദിക്കരയിലെ കപ്പൽശാലകളിൽ നിന്നൊഴുകിവരുന്ന ഉപ്പുകാറ്റിന്
ഒരു വിജയത്തിൻ്റെ മണമുണ്ടായിരുന്നു. ആയിരക്കണക്കിന് നാഴികകൾ താണ്ടി സ്വന്തം സഹോദരൻ്റെ ജീവൻ പോലും കടലിന് നൽകി വാസ്കോഡ ഗാമ തൻ്റെ ജന്മനാട്ടിൽ തിരിച്ചുത്തിയിരിക്കുകയാണ്. ലിസ്ബണിലെ പള്ളികളിൽ നിന്നുയർന്ന മണിനാഥങ്ങൾ സമുദ്രത്തിൻ്റെ ഇരമ്പലിനേക്കാൾ ഉച്ചത്തിലായിരുന്നു. നഗരം മുഴുവൻ ആ വിജയത്തിൻ്റെ ലഹരിയിലായിരുന്നുവെങ്കിലും വാസ്കോയുടെ മനസ്സിൽ അപ്പോഴും ആഴക്കടലിലെ നിശബ്ദതയും പൗലോയുടെ ഓർമ്മകളും തങ്ങി നിന്നിരുന്നു. ആഘോഷങ്ങളുടെയും പുതിയ ബഹുമതികളുടെയും വിനാശകരമായ ഒരു രണ്ടാം യാത്രയുടെയും തുടക്കം. 1499 സെപ്റ്റംബറിലെ ആ തണുത്ത പുലർച്ചെ വാസ്കോഡ ഗാമ തൻ്റെ രാജാവിനെ കാണാൻ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ലിസ്ബണിലെ തെരുവുകളിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. ഓരോ മനുഷ്യനും ആ ഇതിഹാസ നാവികനെ ഒന്ന് തൊടാൻ ആഗ്രഹിച്ചു. വിചിത്രമായ രൂപമുള്ള 6 ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള ആ ഘോഷയാത്ര പോർച്ചുഗലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കാഴ്ചയായിരുന്നു. കൊട്ടാരത്തിൻ്റെ വലിയ വാതിലുകൾ അവനായി തുറക്കപ്പെട്ടു. മാനുവൽ ഒന്നാമൻ രാജാവ് തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് അവനെ സ്വീകരിച്ചു. പോർച്ചുഗലിനെ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ രാജ്യമാക്കി മാറ്റിയ ആ മനുഷ്യന് നൽകാൻ രാജാവിൻ്റെ പക്കൽ വലിയ സമ്മാനങ്ങളുണ്ടായിരുന്നു. ഡോം എന്ന വിശിഷ്ട പദവി അവന് നൽകപ്പെട്ടു. അതോടെ അവൻ വെറുമൊരു നാവികനല്ല, മറിച്ച് പോർച്ചുഗലിലെ കുലീന കുടുംബങ്ങളിൽ ഒരാളായി മാറി. സമുദ്രങ്ങളുടെ അധിപൻ എന്നർത്ഥം വരുന്ന വലിയൊരു പട്ടവും രാജാവ് അവന് ചാർത്തി നൽകി. കപ്പലിൻ്റെ അറകളിൽ നിന്ന് പുറത്തെടുത്ത ആ ചെറിയ അളവ് മസാലകൾ രാജാവിനെ അത്ഭുതപ്പെടുത്തി. കുരുമുളകും ഏലവും കറുവപ്പട്ടയും കപ്പൽശാലയിലെ തറയിൽ കുന്നുകൂട്ടി വച്ചിരിക്കുന്നത് കാണാൻ നഗരത്തിലെ വലിയ വ്യാപാരികൾ ഓടിക്കൂടി. അവയുടെ വില അവർ കണക്കുകൂട്ടി. ആ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടി ലാഭമാണ് ആ ചെറിയ അളവ് മസാലകളിൽ നിന്ന് മാത്രം ലഭിച്ചത്. അതോടെ സമുദ്രത്തിലൂടെ ഇന്ത്യയിലേക്കൊരു പാതയുണ്ട് എന്നത് വെറുമൊരു സ്വപ്നമല്ല, മറിച്ച് സ്വർണം വിളയുന്ന യാഥാർത്ഥ്യമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. വെനീസിലെയും ഈജിപ്തിലെയും വ്യാപാരികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആധിപത്യം അതോടെ അവസാനിക്കാൻ പോവുകയാണെന്ന് അവർ ഭയപ്പെട്ടു. സമുദ്രത്തിലെ ആ പുതിയ വഴി ലോകത്തിൻ്റെ സാമ്പത്തിക ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ചു. എങ്കിലും കൊട്ടാരത്തിലെ ആഘോഷങ്ങൾക്കിടയിലും വാസ്കോഡ ഗാമ ഒറ്റപ്പെട്ടവനെ പോലെ തോന്നി. രാത്രിയിൽ അവൻ പലപ്പോഴും സമുദ്രത്തിലേക്ക് നോക്കി നിൽക്കുമായിരുന്നു. അന്ന് ദൂരെ അസോരസ് ദ്വീപുകളിലെ ഒരു പള്ളിമുറ്റത്തുറങ്ങുന്ന തൻ്റെ സഹോദരനെ അവൻ ഓർത്തു. കപ്പലിലെ ബിസ്ക്കറ്റുകൾ പങ്കുവെച്ചും കൊടുങ്കാറ്റുകളിൽ കപ്പലിൻ്റെ പലകകളിൽ ചേർന്നു നിന്നും കടന്നുപോയ ആ പഴയ ദിനങ്ങളുടെ ഭാരം അവൻ്റെ ഹൃദയത്തെ വല്ലാതെ അലട്ടി. പോർച്ചുഗലിലെ സുഖസൗകര്യങ്ങൾക്കും പട്ടുതുണികൾക്കും അവൻ്റെ ഉള്ളിലെ ആ സമുദ്രദാഹത്തെ അടക്കാൻ കഴിഞ്ഞില്ല. കടൽ അവനെ ഇനിയും വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ആ വിളി സൗഹൃദത്തിനോ കച്ചവടത്തിനോ വേണ്ടിയായിരുന്നില്ല. അത് പകരം വീട്ടലിനും ആധിപത്യത്തിനും വേണ്ടിയായിരുന്നു. 2 വർഷങ്ങൾ കടന്നുപോയി. ഈ സമയത്തിനിടയിൽ പെഡ്രോ ആൽവാരസ് കബ്രാൾ എന്ന മറ്റൊരു നാവികൻ വലിയൊരു കപ്പൽ കടയുമായി ഇന്ത്യയിലേക്ക് പോയി മടങ്ങിയെത്തിയിരുന്നു. കോഴിക്കോട്ടെ സാമൂതിരിയുമായുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സ്ഥാപിച്ച പോർച്ചുഗീസ് വ്യാപാര കേന്ദ്രം ആക്രമിക്കപ്പെട്ടുവെന്നും 50ഓളം പോർച്ചുഗീസുകാർ കൊല്ലപ്പെട്ടുവെന്നുമുള്ള വാർത്ത ലിസ്ബണിലെത്തിയപ്പോൾ രാജാവിൻ്റെ രക്തം തിളച്ചു. കോഴിക്കോടിനെ പാഠം പഠിപ്പിക്കണമെന്നും അറബിക്കടലിൻ്റെ പൂർണ്ണ നിയന്ത്രണം പോർച്ചുഗലിൻ്റെ കൈകളിൽ വരണമെന്നും രാജാവ് തീരുമാനിച്ചു. ഈ വലിയ ദൗത്യം നയിക്കാൻ വാസ്കോഡ ഗാമയേക്കാൾ അനുയോജ്യനായ മറ്റൊരാളില്ലായിരുന്നു. 1502 ഫെബ്രുവരി 10 ടാഗസ് നദിക്കരയിൽ വീണ്ടും വലിയ തയ്യാറെടുപ്പുകൾ നടന്നു. ഇത്തവണ കപ്പലുകൾ വെറും 3ഓ 4ഓ ആയിരുന്നില്ല. 20ഓളം വലിയ കപ്പലുകൾ സമുദ്രം കീഴടക്കാൻ സജ്ജമായി നിന്നു. അവയിൽ വലിയ പീരങ്കികളും ആധുനിക ആയുധങ്ങളും നിറച്ചിരുന്നു. ഇതൊരു സാധാരണ കപ്പൽ യാത്രയല്ല, ഇതൊരു സമുദ്രയുദ്ധത്തിനുള്ള പുറപ്പെടലായിരുന്നു. വാസ്കോഡ ഗാമ തൻ്റെ കറുത്ത അങ്കി ധരിച്ച് മുഖത്ത് ഗൗരവം നിറച്ച് പതാക കപ്പലിൻ്റെ ഡെക്കിൽ നിന്നു. കഴിഞ്ഞ യാത്രയിൽ കണ്ട ആ യുവാവല്ലായിരുന്നു അവനിപ്പോൾ. അനുഭവങ്ങൾ അവനെ പരുക്കനാക്കിയിരുന്നു. സമുദ്രത്തിലെ കാറ്റിനേക്കാൾ വേഗത്തിൽ അവൻ്റെ മനസ്സിൽ പ്രതികാരത്തിൻ്റെ കനലുകൾ ഇരിഞ്ഞു. കപ്പലുകൾ പതുക്കെ ലിസ്ബൺ വിട്ടു. കരയിൽ നിന്നുള്ള മണിനാഥങ്ങൾ പതുക്കെ കടലിൻ്റെ ഇരമ്പലിലില്ലാതായി. കപ്പലിലെ കയറുകൾ കാറ്റിൽ വലിയ ശബ്ദമുണ്ടാക്കി ആടുന്നുണ്ടായിരുന്നു. പായകളിൽ പോർച്ചുഗലിൻ്റെ ചുവന്ന കുരിശടയാളങ്ങൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങി. ആ വലിയ കപ്പൽപ്പട അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അത് കണ്ടുനിന്നവരിൽ ഭയവും ബഹുമാനവും ഒരുപോലെ നിറഞ്ഞു. വാസ്കോഡ ഗാമ തൻ്റെ ക്യാബിനിലിരുന്ന് പഴയ ഭൂപടങ്ങൾ വീണ്ടും പരിശോധിച്ചു.
ഇത്തവണ തനിക്ക് വഴി കാണിച്ചു തരാൻ ഒരു അറബി നാവികൻ വേണ്ടെന്നവൻ ഉറപ്പിച്ചു. നക്ഷത്രങ്ങളും സമുദ്രവും തനിക്ക് വഴികാട്ടുമെന്നവൻ വിശ്വസിച്ചു. യാത്ര ആഫ്രിക്കയുടെ തീരങ്ങളിലൂടെ തുടർന്നു. ഗുഡ് ഹോപ്പ് മുനമ്പ് കടന്ന് അവർ കിഴക്കൻ ആഫ്രിക്കയിലെത്തിയപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ ഈ ഭീമൻ കപ്പൽപ്പടയെ കണ്ട് അമ്പരന്നു. കഴിഞ്ഞ തവണ സഹായത്തിനായി അപേക്ഷിച്ച നാവികനല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്, മറിച്ച് സമുദ്രത്തിൻ്റെ അധികാരിയാണ്. മൊസാംബിക്കിലെയും കിലോവയിലെയും സുൽത്താൻമാരെ വാസ്കോ ഭീഷണിപ്പെടുത്തി പോർച്ചുഗലിൻ്റെ കീഴിലാക്കി. സ്വർണവും വെള്ളിയും കപ്പൽ നിറയെ അവർക്ക് നൽകേണ്ടി വന്നു. സമുദ്രത്തിലെ ആ ചുവന്ന കുരിശടയാളമുള്ള കപ്പലുകൾ കണ്ടാർ അറിയാത്ത കച്ചവടക്കാരില്ലാതായി. ശക്തിയേറിയ ബീരങ്കികൾ ഓരോ തീരത്തെയും പോർച്ചുഗലിൻ്റെ ശക്തി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അറബിക്കടലിൻ്റെ നടുവിൽ വെച്ച് നടന്ന ഒരു സംഭവം വാസ്കോ ഡ ഗാമയുടെ പേര് ചരിത്രത്തിൽ ഭീകരതയുടെ പര്യായമാക്കി മാറ്റി. മക്കയിലേക്ക് പോവുകയായിരുന്ന നിരായുധരായ തീർത്ഥാടകർ സഞ്ചരിച്ച ഒരു വലിയ കപ്പൽ അവർ തടഞ്ഞു. മേരി എന്നായിരുന്നു ആ കപ്പലിൻ്റെ പേര്. അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളുണ്ടായിരുന്നു. സ്വർണവും പണവും നൽകി ജീവനായി അവർ അപേക്ഷിച്ചു. പക്ഷേ വാസ്കോയുടെ ഹൃദയം ഒരു ശില പോലെ ഉറച്ചിരുന്നു. അവൻ ആ കപ്പലിന് തീയിടാൻ ഉത്തരവിട്ടു. കത്തുന്ന കപ്പലിനുള്ളിലെ ആർത്തനാദങ്ങൾ സമുദ്രത്തിൻ്റെ തിരമാലകളിൽ മുങ്ങിപ്പോയി. ദിവസങ്ങളോളം ആ കപ്പൽ കടലിൽ കത്തിയെരിഞ്ഞു. ആ കാഴ്ച വാസ്കോ നിശബ്ദനായി നോക്കി നിന്നു. തൻ്റെ ശത്രുക്കൾ ഭയപ്പെടണമെന്നും സമുദ്രത്തിൽ പോർച്ചുഗലിൻ്റെ വാക്കിന് മുകളിൽ മറ്റൊരു വാക്കുണ്ടാവരുതെന്നും അവൻ ആഗ്രഹിച്ചു. മെയ് മാസത്തിൻ്റെ അവസാനത്തോടെ കപ്പൽപ്പട ഭാരതത്തിൻ്റെ തീരത്തേക്ക് അടുക്കാൻ തുടങ്ങി. അങ്ങ് ദൂരെ കണ്ണൂരിലെ തീരങ്ങൾ തെളിഞ്ഞു. കണ്ണൂരിലെ കോലത്തിരി രാജാവ് പോർച്ചുഗീസുകാരെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. സാമൂതിരിയുമായി ശത്രുതയിലായിരുന്ന കോലത്തിരിക്ക് ഈ വിദേശികളുടെ സഹായം ആവശ്യമായിരുന്നു. കണ്ണൂരിലെ തുറമുഖത്ത് കപ്പലുകൾ നങ്കൂരമിട്ടു. അവിടെ വലിയൊരു വ്യാപാര കേന്ദ്രം സ്ഥാപിക്കാൻ വാസ്കോ അനുവാദം വാങ്ങി. കോഴിക്കോടിനെ ഒറ്റപ്പെടുത്തുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം. അങ്ങാടികളിൽ നിന്ന് കുരുമുളകും മസാലകളും കപ്പലുകളിലേക്ക് നിറച്ചു. എങ്കിലും അവൻ്റെ യഥാർത്ഥ ലക്ഷ്യം ദൂരെ കോഴിക്കോട് എന്ന ആ പഴയ നഗരമായിരുന്നു. രാത്രിയിൽ കപ്പലിൻ്റെ മുകൾ തട്ടിൽ നിൽക്കുമ്പോൾ വാസ്കോ ഡ ഗാമ ദൂരേക്ക് നോക്കി. നക്ഷത്രങ്ങൾ കടൽ വെള്ളത്തിൽ തിളങ്ങുന്നു. കാറ്റ് പതുക്കെ വീശുന്നുണ്ട്. അങ്ങ് ദൂരെ കോഴിക്കോട്ടെ വിളക്കുകൾ കാണാം. 4 വർഷങ്ങൾക്ക് മുൻപ് താനൊരു വിനീതനായ സഞ്ചാരിയായി പാദം കുത്തിയ മണ്ണ്. ഇപ്പോൾ താൻ വന്നിരിക്കുന്നത് വലിയൊരു ഭീഷണിയുമായാണ്. തൻ്റെ രാജാവിനെ അപമാനിച്ചതിനും തൻ്റെ ആളുകളെ കൊന്നതിനും സാമൂതിരി വലിയൊരു വില നൽകേണ്ടി വരുമെന്നവൻ മന്ത്രിച്ചു. സമുദ്രം ശാന്തമായിരുന്നു. പക്ഷേ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ ഒരു വലിയ വിനാശം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കപ്പലിലെ പീരങ്കികൾ വെളിച്ചത്തിൽ തിളങ്ങി. നാളെ ഉദിക്കുന്ന സൂര്യൻ കോഴിക്കോടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിവസമായിരിക്കും. കാറ്റ് പതുക്കെ വീശുന്നു. കടൽ തിരകൾ കപ്പലിൻ്റെ മരത്തോട് പതുക്കെ ഇടിച്ചു തെറിക്കുന്നു. അനന്തമായ കടൽ തീരത്ത് സമുദ്രം തൻ്റെ പുതിയാധിപൻ്റെ വരവിനായി ശാന്തമായി കാത്തിരിക്കുന്നു. കോഴിക്കോടിൻ്റെ തീരത്ത് വീണ്ടും ആ പഴയ കപ്പലുകൾ ദൃശ്യമായി. പക്ഷേ ഇത്തവണ അവ ശാന്തമായ പായകളുമായല്ല വന്നത്. 1502 ഒക്ടോബർ മാസത്തിലെ ആ കറുത്ത പുലർച്ചയിൽ അറബിക്കടലിൻ്റെ ശാന്തതയെ ഭേദിച്ചുകൊണ്ട് പടുകൂറ്റൻ കപ്പലുകൾ ഓരോന്നായി നങ്കൂരമിട്ടു. 4 വർഷങ്ങൾക്ക് മുമ്പ് വെറുമൊരു കച്ചവടക്കാരനായി വന്ന വാസ്കോ ഡ ഗാമയല്ല ഇന്നാ കപ്പലിലുള്ളത്. തൻ്റെ കപ്പലിൻ്റെ ഡെക്കിൽ കഠിനമായ മുഖത്തോട് നിൽക്കുന്ന ആ മനുഷ്യൻ പകയുടെയും അധികാരത്തിൻ്റെയും പുതിയൊരു ഭാഷയുമായാണ് എത്തിയിരിക്കുന്നത്. തീർത്ഥാടകരുടെ കപ്പൽ ചുട്ടരിച്ചും ആഫ്രിക്കൻ തീരങ്ങളെ ഭയപ്പെടുത്തിയും വന്ന ആ കപ്പൽപ്പട ഇപ്പോൾ സാമൂതിരിയുടെ കൊട്ടാരത്തിന് അഭിമുഖമായി നിൽക്കുകയാണ്. കടൽക്കാറ്റ് പതുക്കെ വീശുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ വരാനിരിക്കുന്ന വിനാശത്തിൻ്റെ ഒരു ഗന്ധമുണ്ടായിരുന്നു. സമുദ്രം അന്ന് വിചിത്രമായൊരു നിശബ്ദതയിലായിരുന്നു. കോഴിക്കോട് നഗരത്തിലെ അങ്ങാടികളിൽ കച്ചവടക്കാർ തങ്ങളുടെ പണികളിൽ മുഴുകിയിരുന്നുവെങ്കിലും ദൂരെ കടലിൽ നിരന്നു നിൽക്കുന്ന 20ഓളം പോർച്ചുഗീസ് കപ്പലുകൾ അവരിൽ ഭീതി പടർത്തി. വലിയ പീരങ്കികൾ കരയിലേക്ക് ഉന്നം വെച്ചു നിൽക്കുന്നത് തീരത്തുനിന്ന് നോക്കിയാൽ കാണാമായിരുന്നു. വാസ്കോ ഡ ഗാമ തൻ്റെ കപ്പലിൽ നിന്ന് ഒരു സന്ദേശം സാമൂതിരിയുടെ കൊട്ടാരത്തിലേക്ക് അയച്ചു. അത് ഒരു അപേക്ഷയായിരുന്നില്ല, മറിച്ചൊരു താക്കീതായിരുന്നു. നഗരത്തിലുള്ള എല്ലാ അറബി വ്യാപാരികളെയും പുറത്താക്കണമെന്നും പോർച്ചുഗലിന് കച്ചവടത്തിൽ പൂർണ്ണമായ അധികാരം നൽകണമെന്നുമായിരുന്നു അവൻ്റെ ആവശ്യം. കഴിഞ്ഞ തവണ നേരിട്ട അപമാനത്തിനും കൊല ചെയ്യപ്പെട്ട തൻ്റെ ആളുകൾക്കും പ്രതികാരം ചെയ്യുക എന്നതായിരുന്നു അവൻ്റെ ഏകലക്ഷ്യം. സാമൂതിരി ആ സന്ദേശം വായിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം ആ ഭീഷണിക്ക് മുന്നിൽ മുട്ടുകുത്താൻ അനുവദിച്ചില്ല. ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ആ ആവശ്യങ്ങൾ നിരസിച്ചു. പിന്നീട് നടന്നത് ചരിത്രം ഭീതിയോടെ മാത്രം ഓർക്കുന്ന നിമിഷങ്ങളായിരുന്നു. തൻ്റെ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞതറിഞ്ഞ വാസ്കോ ഡ ഗാമ തൻ്റെ പീരങ്കികൾക്ക് തീ കൊളുത്താൻ ഉത്തരവിട്ടു. കടലിൻ്റെ നടുവിൽ നിന്ന് ഇടിമുഴക്കം പോലെ ആ പീരങ്കികൾ ഗർജിച്ചു.
കോഴിക്കോട് നഗരത്തിൻ്റെ മനോഹരമായ വീടുകളും അങ്ങാടികളും ഓരോന്നായി തകർന്നു വീണു. നൂറ്റാണ്ടുകളായി പടുത്തുയർത്തിയ ആ സമൃദ്ധി നിമിഷങ്ങൾക്കുള്ളിൽ കത്തിയെരിഞ്ഞു. തീരത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പോലും അവൻ വെറുതെ വിട്ടില്ല. അവരെ പിടികൂടി കപ്പലിൽ കയറ്റി ക്രൂരമായി പീഡിപ്പിച്ചു. അവരുടെ കൈകളും ചെവികളും അറുത്തെടുത്തൊരു വള്ളത്തിൽ നിറച്ച് കരയിലേക്ക് അയച്ചു. നിങ്ങളുടെ രാജാവിനോട് പോയി പറയൂ, ഇവ കൊണ്ട് കറി വെച്ച് കഴിക്കാൻ എന്ന വിചിത്രവും ഭീകരവുമായ സന്ദേശം അവൻ അതിനൊപ്പം നൽകി. സമുദ്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ആ മലബാർ തീരം. ദിവസങ്ങളോളം കോഴിക്കോട് നഗരത്തിന് മുകളിൽ കറുത്ത പുക പടർന്നു നിന്നു. സമുദ്രത്തിലെ തിരമാലകൾ കരയിൽ വന്നടിക്കുമ്പോൾ അത് രക്തം കലർന്നതാണോ എന്ന് നാവികർക്ക് തോന്നിപ്പോയി. പീരങ്കികളുടെ ശബ്ദത്തിനിടയിൽ മണ്ണിലെ മനുഷ്യരുടെ വിലാപം കടലിലേക്ക് ഒഴുകിയെത്തി. വാസ്കോഡ ഗാമ തൻ്റെ കപ്പലിൽ നിന്ന് ആ വിനാശം നിശബ്ദനായി നോക്കി നിന്നു. തൻ്റെ ഹൃദയത്തിലെ പകയുടെ കനൽ പതുക്കെ അണയുകയായിരുന്നു. പക്ഷേ ആ പക ഒരു നഗരത്തെ മുഴുവൻ ചാരമാക്കി മാറ്റിയിരുന്നു. തൻ്റെ ശക്തിയെ ആരും ചോദ്യം ചെയ്യില്ലെന്നുറപ്പായപ്പോൾ അവൻ കോഴിക്കോട് വിട്ട് തെക്കോട്ട് സഞ്ചരിക്കാൻ തീരുമാനിച്ചു. ലക്ഷ്യം കൊച്ചി എന്ന ചെറിയ രാജ്യം. സാമൂതിരിയുമായി പണ്ടേ ശത്രുതയിലായിരുന്ന കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരെ സ്വീകരിക്കാൻ തയ്യാറാകുമെന്ന് അവൻ അറിയാമായിരുന്നു. അറബിക്കടലിൻ്റെ തീരത്തുകൂടി കപ്പൽപ്പട പതുക്കെ നീങ്ങി. ഓരോ തിരമാലയും കപ്പലിൻ്റെ വശങ്ങളിൽ തട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം പഴയതുപോലെ ശാന്തമായിരുന്നില്ല. അതൊരു ഭീഷണിയുടെ സംഗീതം പോലെ തോന്നി. നവംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ അവർ കൊച്ചിയുടെ കായൽ വരപ്പിലെത്തി. അവിടുത്തെ ഭരണാധികാരിയായ ഉണ്ണി ഗോദവർമ്മ അവരെ ആദരവോടെ സ്വീകരിച്ചു. പോർച്ചുഗീസുകാർക്ക് അവിടെ ഒരു വലിയ കോട്ട പണിയാനും കച്ചവടം കേന്ദ്രീകരിക്കാനും അദ്ദേഹം അനുവാദം നൽകി. ഇമ്മാനുവൽ കോട്ട എന്ന പേരിൽ അവിടെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഉയർന്നു. കായലിലെ ഉപ്പുവെള്ളം ആ കോട്ടയുടെ ചുവരുകളെ തലോടിക്കൊണ്ടിരുന്നു. കൊച്ചിയിലെ തെരുവുകളിൽ കുരുമുളകും ചുക്കും കപ്പലുകളിലേക്ക് നിറയ്ക്കാനുള്ള തിരക്കായി. സാമൂതിരിയെ തലയ്ക്കാൻ പോർച്ചുഗീസുകാർക്ക് കിട്ടിയ ഏറ്റവും വലിയ താവളമായിരുന്നു കൊച്ചി. രാത്രികളിൽ കൊച്ചിയിലെ ശാന്തമായ കായലിന് മുകളിൽ ചന്ദ്രൻ്റെ വെളിച്ചം പടർന്നു. കപ്പലുകൾ നിശബ്ദമായ ആ കായലിൽ നങ്കൂരപ്പെട്ട് കിടന്നു. വാസ്കോഡ ഗാമ തൻ്റെ പുതിയ കോട്ടയുടെ മുകളിൽ നിന്ന് സമുദ്രത്തിലേക്ക് നോക്കി. അങ്ങ് ദൂരെ കോഴിക്കോട് ഇപ്പോഴും കത്തുന്നുണ്ടാകുമെന്ന് അവൻ ഓർത്തു. തൻ്റെ കപ്പൽ പടയിൽ ഇപ്പോൾ സ്വർണവും മസാലകളും നിറഞ്ഞിരിക്കുകയാണ്. തൻ്റെ രാജാവിന് നൽകാൻ തക്ക വലിയൊരു സമ്പത്ത് അവൻ സമ്പാദിച്ചു കഴിഞ്ഞു. എങ്കിലും ആ വിജയത്തിൻ്റെ പിന്നിൽ നിസ്സഹായരായ ആയിരക്കണക്കിന് മനുഷ്യരുടെ കണ്ണുനീരുണ്ടായിരുന്നു. നാവികർ കപ്പലിൻ്റെ ഉള്ളിൽ തങ്ങളുടെ ലാഭത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കായലിലെ ഓളങ്ങൾ പഴയ കഥകൾ മന്ത്രിച്ചു. സമുദ്രം എപ്പോഴും സത്യങ്ങൾ അറിയുന്നു. കൊച്ചിയിലെ കച്ചവടം പൂർത്തിയാക്കിയ ശേഷം അവർ കൊല്ലമെന്ന മറ്റൊരു തുറമുഖത്തേക്ക് നീങ്ങി. അവിടെയും പോർച്ചുഗീസുകാർക്ക് മികച്ച സ്വീകരണം ലഭിച്ചു. കേരളത്തിൻ്റെ ഓരോ തീരവും പതുക്കെ ഈ വിദേശ ശക്തിയുടെ പിടിയിലാക്കുകയായിരുന്നു. അറബി വ്യാപാരികളുടെ നൂറ്റാണ്ടുകൾ നീണ്ട ആധിപത്യം തകർന്നുകൊണ്ടിരുന്നു. സമുദ്രം ഇപ്പോൾ പോർച്ചുഗലിൻ്റേതാണ്. കടലിലൂടെ പോകുന്ന എല്ലാ കപ്പലുകളും പോർച്ചുഗീസുകാരുടെ അനുവാദം വാങ്ങേണ്ട അവസ്ഥ വന്നു. കാർത്താസ് എന്നറിയപ്പെടുന്ന ആ രേഖയില്ലാതെ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നത് മരണത്തിന് തുല്യമായി മാറി. സമുദ്രത്തിൻ്റെ അധിപൻ എന്ന വാസ്കോഡ ഗാമയുടെ പദവി ഇപ്പോൾ വെറുമൊരു പേരല്ല, മറിച്ച് അതൊരു ക്രൂരമായ യാഥാർത്ഥ്യമായിരുന്നു. 1503 ഫെബ്രുവരി മാസമായപ്പോഴേക്കും മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. കപ്പലുകൾ ഇപ്പോൾ അതിൻ്റെ പരമാവധി ഭാരം പേറുന്നുണ്ടായിരുന്നു. മസാലകളും രത്നങ്ങളും ആനക്കൊമ്പും കപ്പലിൻ്റെ അറകളിൽ നിറഞ്ഞു നിന്നു. വാസ്കോഡ ഗാമ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ സംതൃപ്തിയോടെ സമുദ്രത്തിലേക്ക് നോക്കി. ഇത്തവണ താൻ പോർച്ചുഗലിലേക്ക് മടങ്ങുന്നത് ഒരു വീരനെ പോലെയല്ല, മറിച്ചൊരു ചക്രവർത്തിയെ പോലെയാണ്. പക്ഷേ മടക്കയാത്ര അത്ര എളുപ്പമായിരുന്നില്ല. സാമൂതിരിയുടെ സൈന്യം കടലിൽ അവരെ തടയാൻ ഒരുങ്ങുന്നുണ്ടായിരുന്നു. വലിയൊരു നാവിക യുദ്ധം കോഴിക്കോട് തീരത്ത് വെച്ച് വീണ്ടും നടന്നു. പോർച്ചുഗീസുകാരുടെ പീരങ്കികൾക്ക് മുന്നിൽ സാമൂതിരിയുടെ ചെറിയ വള്ളങ്ങൾ ഓരോന്നായി കടലിൽ താഴ്ന്നു. ആ യുദ്ധം പോർച്ചുഗലിൻ്റെ സമുദ്രത്തിലെ ആധിപത്യം ഒന്നുകൂടി ഉറപ്പിച്ചു. യാത്ര തുടർന്നു. ഗുഡ് ഹോപ്പ് മുൻപ് കടന്ന് അവർ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പ്രവേശിച്ചു. കപ്പലിലെ നാവികർ ഇപ്പോൾ ശാന്തരാണ്. അവർക്ക് ലഭിക്കാൻ പോകുന്ന വലിയ ലാഭത്തെക്കുറിച്ച് അവർ സ്വപ്നം കണ്ടു. വാസ്കോഡ ഗാമ തൻ്റെ കാവലിലിരുന്ന തൻ്റെ ഡയറിയിൽ ഈ യാത്രയുടെ സംഭവങ്ങൾ രേഖപ്പെടുത്തി. ഭാരതത്തിൻ്റെ തീരങ്ങളിൽ താൻ പാകിയ ആധിപത്യത്തിൻ്റെ വിത്തുകൾ വരും കാലങ്ങളിൽ വലിയ മരങ്ങളായി വളരുമെന്ന് അവൻ കരുതി. സമുദ്രത്തിലെ കാറ്റു പതുക്കെ കപ്പലിൻ്റെ പായകളെ വീട്ടിലേക്ക് നയിച്ചു. അന്ന് ദൂരെ പോർച്ചുഗലിൻ്റെ തീരങ്ങൾ ദൃശ്യമാകാൻ തുടങ്ങുമ്പോൾ അവൻ്റെ മനസ്സിലൊരു വലിയ യാത്രയുടെ പൂർണ്ണതയായിരുന്നു. 1503 ഒക്ടോബർ മാസം ലിസ്ബണിലെ ടാഗസ് നദിക്കരയിൽ വീണ്ടും വലിയ ആഘോഷങ്ങൾ നടന്നു. വാസ്കോഡ ഗാമയുടെ കപ്പൽപ്പട മടങ്ങിയെത്തിയ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. രാജാവ് മാനുവൽ ഒന്നാമൻ നേരിട്ടവനെ സ്വീകരിക്കാനെത്തി. കപ്പലിൽ നിന്നിറങ്ങിയ ഓരോ നാവികരും വലിയ ധനികരായി മാറിയിരുന്നു. സമുദ്രത്തിലൂടെ സ്വർണ്ണമൊഴുകുന്ന ആ പാത പോർച്ചുഗലിന് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റി. വാസ്കോഡ ഗാമയ്ക്ക് വലിയ ഭൂസ്വത്തുകളും അധികാരങ്ങളും നൽകപ്പെട്ടു. അവൻ ഇനി തൻ്റെ വിശ്രമകാലത്തിലേക്ക് കടക്കുകയാണെന്ന് എല്ലാവരും കരുതി. പക്ഷേ സമുദ്രത്തിൻ്റെ വലിയ അപൂർവം അവൻ്റെ ഉള്ളിൽ അവസാനിച്ചിരുന്നില്ല. ലിസ്ബണിലെ ആ തണുത്ത രാത്രിയിൽ കൊട്ടാരത്തിലെ വിളക്കുകൾ തിളങ്ങുമ്പോൾ വാസ്കോഡ ഗാമ തൻ്റെ ജനാലയിലൂടെ കടലിലേക്ക് നോക്കി. കടൽ ശാന്തമായിരുന്നു. തിരമാലകൾ തീരത്ത് വന്ന് പതുക്കെ തലോടുന്നു. ഒരുപക്ഷെ ആ തിരമാലകൾ കോഴിക്കോട്ടെ ആ പഴയ തീരത്ത് നിന്ന് വന്നതായിരിക്കാം. അവൻ കണ്ണുകൾ അടച്ചു. തൻ്റെ ചുറ്റും കുരുമുളകിൻ്റെയും നിറത്തിൻ്റെയും ഗന്ധം പടരുന്നത് അവനറിഞ്ഞു. താൻ ചെയ്ത യുദ്ധങ്ങളും പീഡനങ്ങളും അവൻ്റെ ഓർമ്മയിൽ വന്നു. ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ പണിയാൻ താൻ നൽകിയ വില ഭയാനകമായിരുന്നു. എങ്കിലും ചരിത്രം തന്നെ എങ്ങനെയായിരിക്കും ഓർക്കുക എന്നവൻ ചിന്തിച്ചു. സമുദ്രമൊന്നും മറുപടി നൽകിയില്ല.
അത് നിശബ്ദമായി തന്നെ തിരമാലകളിലൂടെ ആ വലിയ നാവികന്റെ കഥകൾ മണലിൽ എഴുതിക്കൊണ്ടിരുന്നു. കാറ്റ് പതുക്കെ വീശുന്നു. കടൽ തിരകൾ കപ്പലിന്റെ മരത്തോട് പതുക്കെ അടിച്ചു തെറിക്കുന്നു. ലിസ്ബണിലെ രാത്രിയിൽ സമുദ്രം തന്റെ പ്രിയപ്പെട്ട നാവികന്റെ വിജയഗാഥകൾ ശാന്തമായി പാടിക്കൊണ്ടിരിക്കുന്നു. ലിസ്ബണിലെ കൊട്ടാരങ്ങളിൽ മെഴുകുതിരികൾ എരിഞ്ഞുതീരുകയായിരുന്നു. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നകലെ തന്റെ വലിയ തോട്ടത്തിലിരുന്നു കൊണ്ട് വാസ്കോഡ ഗാമ രാത്രിയുടെ നിശബ്ദതയിലേക്ക് നോക്കി നിന്നു. രണ്ടാമത്തെ യാത്ര കഴിഞ്ഞ് സ്വർണവും അധികാരവുമായി മടങ്ങിയെത്തിയ ആ നാവികൻ ഇപ്പോൾ പോർച്ചുഗലിലെ ഏറ്റവും സ്വാധീനമുള്ള മനുഷ്യരിലൊരാളാണ്. കപ്പലിന്റെ ഡെക്കിലെ ഉപ്പുകാറ്റിനു പകരം ഇപ്പോൾ അവന്റെ ചുറ്റുമുള്ളത് ഒലീവ് മരങ്ങളുടെയും മുന്തിരിത്തോപ്പുകളുടെയും ശാന്തമായ മണമാണ്. എങ്കിലും ജനാലയ്ക്കു പുറത്ത് ദൂരെ എവിടെയോ സമുദ്രം ഇപ്പോഴും ഗർജിക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദം അവനെ വിട്ടുപോയിരുന്നില്ല. ഒരു നീണ്ട വിശ്രമകാലത്തിൻ്റെയും അധികാരത്തിൻ്റെ ഇടനാഴികളിലെ നിശബ്ദമായ യുദ്ധങ്ങളുടെയും ഒടുവിൽ കടൽ വീണ്ടും വിളിക്കുന്ന നിയോഗത്തിൻ്റെയും കഥ. 1503 മുതൽ ഏകദേശം 21 വർഷത്തോളം വാസ്കോഡ ഗാമ പോർച്ചുഗലിലെ തൻ്റെ മണ്ണിൽ ഒരു വലിയ പ്രഭുവായി കഴിഞ്ഞുകൂടി. അവൻ ലിസ്ബണിലെ തിരക്കുകളിൽ നിന്നു മാറി ഇവോറ എന്ന നഗരത്തിനടുത്തുള്ള വിഡിഗേര എന്ന സ്ഥലത്ത് തൻ്റെ കൊട്ടാരം പണിതു. അവിടെ ഇരുന്നു കൊണ്ട് അവൻ തൻ്റെ പഴയ ഭൂപടങ്ങൾ നോക്കി ഓരോ ദിവസവും ചിലവഴിച്ചു. അവൻ്റെ കൈകൾക്കിപ്പോൾ പഴയതുപോലെ കപ്പലിൻ്റെ ചക്രം തിരിക്കേണ്ടി വരുന്നില്ല. പക്ഷേ അവൻ്റെ മനസ്സ് ഇപ്പോഴും അറബിക്കടലിലെ ആ വലിയ തിരമാലകളിലായിരുന്നു. ഭാരതത്തിൻ്റെ തീരങ്ങളിൽ താൻ തുടങ്ങിവെച്ച ആ വലിയ കച്ചവട സാമ്രാജ്യം എങ്ങനെ വളരുന്നു എന്ന് അവൻ ഓരോ ദിവസവും വാർത്തകൾക്കായി കാതോർത്തു. ഓരോ വർഷവും പോർച്ചുഗലിൽ നിന്ന് കപ്പൽപ്പടകൾ ഇന്ത്യയിലേക്ക് പോകുന്നതും മാസങ്ങൾ കഴിഞ്ഞ് അവ മസാലകളുമായി മടങ്ങി വരുന്നതും അവൻ സന്തോഷത്തോടെയും അല്പം അസൂയയോടെയും നോക്കി നിന്നു. ഈ കാലയളവിൽ പോർച്ചുഗൽ ഭാരതത്തിൻ്റെ തീരങ്ങളിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഫ്രാൻസിസ്കോ ഡി അൽമേഡയും അഫോൻസോ ഡി ആൽബൂക്കർക്കും പോർച്ചുഗീസ് ഇന്ത്യയുടെ ഗവർണർമാരായി നിയമിക്കപ്പെട്ടു. ഗോവയും മലാക്കയും ഹോർമുസും പോർച്ചുഗലിൻ്റെ അധീനതയിലായി. സമുദ്രം ഇപ്പോൾ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഓരോ മടക്കയാത്രയിലും കപ്പലുകൾ ലിസ്ബണിലെത്തിക്കുമ്പോൾ നഗരം ആഘോഷിച്ചു. കറുത്ത പൊന്ന് അഥവാ കുരുമുളക് യൂറോപ്പിലെമ്പാടും പോർച്ചുഗീസ് കച്ചവടക്കാരെത്തിച്ചു. രാജാവായ മാനുവൽ ഒന്നാമൻ്റെ ഖജനാവ് നിറഞ്ഞു കവിഞ്ഞു. വാസ്കോഡ ഗാമ ഈ വിജയങ്ങളുടെയെല്ലാം ആദ്യത്തെ ശില്പിയായി ആദരിക്കപ്പെട്ടു. എങ്കിലും കൊട്ടാരത്തിലെ രാഷ്ട്രീയ തന്ത്രങ്ങൾ അവനെ പലപ്പോഴും അധികാരത്തിൽ നിന്നകറ്റി നിർത്തി. ആൽബൂക്കർക്കിനെ പോലെയുള്ള പുതിയ നാവികർ ചരിത്രം എഴുതുമ്പോൾ ഗാമ ഒരു നിശബ്ദ സാക്ഷിയായി തൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞു. രാത്രിയുടെ ശാന്തതയിൽ തൻ്റെ കൊട്ടാരത്തിലെ തടിപ്പലകകളിൽ ചുവടുവയ്ക്കുമ്പോൾ ഗാമ പഴയ നാവികരെ ഓർത്തു. കപ്പലിലെ ബിസ്ക്കറ്റുകൾ പുഴുവരിച്ചതും ശുദ്ധജലം തീർന്ന നാവികർ കരഞ്ഞതും അവൻ്റെ ഓർമ്മകളിൽ തെളിഞ്ഞു. താൻ പണിത ആ വലിയ സാമ്രാജ്യത്തിൻ്റെ ഓരോ ശിലയിലും ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. വിഡിഗേരയിലെ തണുത്ത കാറ്റിൽ പോലും അവന് മലബാർ തീരത്തെ ആ ചൂടുകാറ്റിൻ്റെ അനുഭവം ലഭിച്ചു. അവൻ തൻ്റെ മക്കളെയും ഭാര്യയെയും സ്നേഹിച്ചു. പക്ഷേ അവൻ്റെ യഥാർത്ഥ പ്രണയം ഇപ്പോഴും ആ ആഴക്കടലിനോടായിരുന്നു. സമുദ്രമൊരു കാമുകിയെപ്പോലെ അവനെ എപ്പോഴും അജ്ഞാതമായ വഴികളിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. അധികാരവും പണവും അവന് സുരക്ഷിതത്വം നൽകിയെങ്കിലും ഒരു നാവികൻ്റെ ആത്മാവ് കരയിൽ ഒരിക്കലും ശാന്തമാകില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. 1521 ആയപ്പോഴേക്കും പോർച്ചുഗലിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. മാനുവൽ ഒന്നാമൻ രാജാവ് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ ജോൺ മൂന്നാമൻ അധികാരത്തിൽ വന്നു. ആ സമയത്താണ് ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകൾ അത്ര ശുഭകരമല്ലാതായത്. അവിടെയുള്ള പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അഴിമതിയും ഭരണരാഹിത്യവും പടർന്നു പിടിച്ചിരുന്നു. വ്യാപാരത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. കൊച്ചിയിലെയും ഗോവയിലെയും ഭരണാധികാരികൾ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി പ്രവർത്തിച്ചു. ഭാരതത്തിലെ രാജാക്കന്മാർ പോർച്ചുഗീസ് ഭരണത്തിനെതിരെ രഹസ്യമായ നീക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ശക്തനായ ഒരു ഭരണാധികാരിയെ തന്നെ അയക്കണമെന്ന് പുതിയ രാജാവ് തീരുമാനിച്ചു. അതീവ ജാഗ്രതയുള്ള, നിയമങ്ങൾ കർക്കശമായി നടപ്പിലാക്കാൻ കഴിയുന്ന, പേടിയില്ലാത്ത ഒരു മനുഷ്യൻ. എല്ലാവരുടെയും മനസ്സിൽ ഒരൊറ്റ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: വാസ്കോഡ ഗാമ. രാജാവിൻ്റെ സന്ദേശം വിഡിഗേരയിലെ കൊട്ടാരത്തിലെത്തിയപ്പോൾ വാസ്കോയ്ക്ക് പ്രായം 60-നോടടുത്തിരുന്നു. നരച്ച താടിയും വെയിലേറ്റു വാടിയ മുഖവും അവനിലൊരു ജ്ഞാനിയുടെ ഭാവം നൽകിയിരുന്നു. എങ്കിലും ഇന്ത്യയിലേക്ക് വീണ്ടും പോകണമെന്ന രാജാവിൻ്റെ ആവശ്യം കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകളിൽ പഴയ ആ നാവികൻ്റെ തിളക്കം തിരിച്ചു വന്നു. താൻ പടുത്തുയർത്തിയ ആ വലിയ സ്വപ്നം തകരാൻ അനുവദിക്കില്ലെന്ന് അവൻ ഉറപ്പിച്ചു. രാജാവ് അവനെ വൈസ്രോയിയായി നിയമിച്ചു, പോർച്ചുഗീസ് ഇന്ത്യയുടെ പരമാധികാരി.
രാജാവിൻ്റെ എല്ലാ അധികാരങ്ങളും ഇനി അവൻ്റേതാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു വലിയ പരീക്ഷണത്തിന് കൂടി അവൻ തയ്യാറായി. 1524 ഏപ്രിൽ 9 22 വർഷങ്ങൾക്ക് ശേഷം വാസ്കോഡ ഗാമ വീണ്ടും ലിസ്ബണിലെ ടാഗസ് നദിക്കരയിലെത്തി. ഇത്തവണ 14 കപ്പലുകൾ അടങ്ങിയ വലിയൊരു പടയുമായാണ് അവൻ പുറപ്പെടുന്നത്. നഗരത്തിലെ ജനങ്ങൾ തങ്ങളുടെ ഇതിഹാസ നാവികനെ അവസാനമായി കാണാൻ തടിച്ചുകൂടി. കപ്പലിൻ്റെ നങ്കൂരങ്ങൾ ഉയരുമ്പോൾ കാറ്റ് പഴയതുപോലെ പായകളിൽ മന്ത്രിച്ചു. വാസ്കോ തൻ്റെ മക്കളായ എസ്തേവാവോയെയും പൗലോയെയും ഒപ്പം കൂട്ടിയിരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം സമുദ്രങ്ങളിലൂടെ ഇനിയും പടരണമെന്നവൻ ആഗ്രഹിച്ചു. ലിസ്ബണിലെ തീരങ്ങൾ കാഴ്ചയിൽ നിന്ന് മറയുമ്പോൾ അത് തൻ്റെ ജന്മനാടിനോടുള്ള അവസാനത്തെ യാത്രയാണെന്ന് അവൻ്റെ ഉള്ളിലെ ഏതോ ഒരു വികാരം അവനോട് പറഞ്ഞു കാണും. അറ്റ്ലാന്റിക് സമുദ്രം ഇത്തവണ അവനോട് കൂടുതൽ കരുണ കാണിച്ചു. യാത്ര സുഗമമായിരുന്നു. എങ്കിലും കപ്പലിലെ ഉദ്യോഗസ്ഥരോടും നാവികരോടും ഗാമ വളരെ കർക്കശമായാണ് പെരുമാറിയത്. അഴിമതിക്കാരെയും നിയമം ലംഘിക്കുന്നവരെയും അവൻ കഠിനമായി ശിക്ഷിച്ചു. തൻ്റെ അധികാരം വെറും ഒരു പേരല്ലെന്ന് അവൻ എല്ലാവരെയും ബോധ്യപ്പെടുത്തി. കപ്പലിലെ ഓരോ കയറിലും ഓരോ ഭരണിയിലുമുള്ള സാധനങ്ങളിലും അവൻ്റെ കണ്ണുണ്ടായിരുന്നു. അവൻ പഴയ വാസ്കോഡ ഗാമ തന്നെയായിരുന്നു. സമുദ്രത്തെയും മനുഷ്യരെയും ഒരുപോലെ നിയന്ത്രിക്കാൻ അറിയുന്നവൻ. രാത്രികളിൽ അവൻ കപ്പലിൻ്റെ ഡെക്കിലിരുന്ന് ഇന്ത്യയിലെ തൻ്റെ പഴയ ശത്രുക്കളെയും മിത്രങ്ങളെയും കുറിച്ച് ചിന്തിച്ചു. സാമൂതിരിയും കൊച്ചി രാജാവും ഇപ്പോൾ എങ്ങനെയായിരിക്കും തന്നെ സ്വീകരിക്കുക? സെപ്റ്റംബർ മാസമായപ്പോഴേക്കും അവൾ ഭാരതത്തിൻ്റെ തീരത്തേക്കടുത്തു. ഇത്തവണ അറബിക്കടലിലെത്തിയപ്പോൾ വാസ്കോയ്ക്ക് ഒരു പുതിയ അനുഭവമുണ്ടായി. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു വിചിത്രമായ വിറയൽ കപ്പലിൽ അനുഭവപ്പെട്ടു. കടൽ ഭൂകമ്പമായിരുന്നു അത്. കപ്പലിലെ നാവികർ ഭയന്നു വിറച്ചു. പക്ഷെ ഗാമ ശാന്തനായിരുന്നു. ഭയപ്പെടേണ്ട, സമുദ്രം പോലും തൻ്റെ അധിപനെ കണ്ട് ഭയന്നു വിറയ്ക്കുകയാണ് എന്നവൻ തൻ്റെ നാവികരോട് പറഞ്ഞു. ആ ആത്മവിശ്വാസം അവൻ്റെ വാക്കുകളിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ അവർ ഗോവയുടെ തീരത്തെത്തി. അവിടെ അവനെ സ്വീകരിക്കാൻ വലിയ ആഘോഷങ്ങൾ ഒരുക്കിയിരുന്നു. ഗോവയിലെയും കൊച്ചിയിലെയും തെരുവുകളിലൂടെ വൈസ്രോയിയായി അവൻ സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾ അവനെ ഭയത്തോടെയും ആദരവോടെയും നോക്കി. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഗാമയുടെ വരവറിഞ്ഞ് നാടുവിട്ടു. അവൻ ഓരോ രേഖകളും പരിശോധിച്ചു. കച്ചവടത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തി. പോർച്ചുഗീസ് ഭരണത്തെ ശുദ്ധീകരിക്കുക എന്നതായിരുന്നു അവൻ്റെ ആദ്യ ദൗത്യം. പക്ഷേ ഈ കഠിനാധ്വാനം അവൻ്റെ ആരോഗ്യത്തെ ബാധിച്ചു തുടങ്ങി. ഭാരതത്തിലെ ചൂടും നീർപ്പവും അവൻ്റെ വയസ്സായ ശരീരത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. എങ്കിലും അവൻ വിശ്രമിച്ചില്ല. ഓരോ നിമിഷവും തൻ്റെ രാജ്യത്തിൻ്റെ അധികാരത്തെ ഉറപ്പിക്കാൻ അവൻ പണിയെടുത്തു. രാത്രിയിൽ കൊച്ചിയിലെ തൻ്റെ കൊട്ടാരത്തിലിരുന്ന് അവൻ സമുദ്രത്തിലേക്ക് നോക്കി. കായലിലെ ഓളങ്ങൾ പഴയ കഥകൾ ആവർത്തിച്ചു. തിരമാലകൾ കപ്പലിൻ്റെ മരത്തോട് ചേർന്ന് മന്ത്രിക്കുന്നത് പോലെ തോന്നി. തൻ്റെ ജീവിതം ഒരു വലിയ വൃത്തം പൂർത്തിയാക്കുകയാണെന്ന് അവൻ അറിഞ്ഞു. മസാലകളുടെ ഈ മണ്ണവന് നൽകിയത് ലോകപ്രശസ്തിയാണ്. പക്ഷെ അത് തിരികെ ചോദിക്കുന്നത് അവൻ്റെ ജീവനാണ്. എന്നിട്ടും അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കാരണം ചരിത്രം ഇനി ഒരിക്കലും വാസ്കോഡ ഗാമയെ മറക്കില്ല. സമുദ്രത്തിലെ ആ ബാധ എപ്പോഴും അവൻ്റെ പേരിൽ അറിയപ്പെടും. കാറ്റ് പതുക്കെ വീശുന്നു. കടൽ തിരകൾ കപ്പലിൻ്റെ മരത്തോട് പതുക്കെ ഇടിച്ചു തെറിക്കുന്നു. അറബിക്കടലിൻ്റെ തീരത്ത് ഒരു വലിയ നാവികൻ തൻ്റെ അവസാനത്തെ പ്രഭാതങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. കൊച്ചിയിലെ ആർദ്രമായ രാത്രികൾ പതുക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നു. കടൽക്കാറ്റിൽ ഉപ്പിൻ്റെ ഗന്ധത്തോടൊപ്പം കായലിലെ ചളിമണ്ണിൽ നിന്നും ഉയരുന്ന ഒരു പ്രത്യേക മണം കലർന്നിരുന്നു. വാസ്കോഡ ഗാമ തൻ്റെ 60-ാം വയസ്സിൽ ഒരു വലിയ ദൗത്യവുമായാണ് ഭാരതത്തിൻ്റെ മണ്ണിൽ തിരിച്ചെത്തിയത്. പോർച്ചുഗീസ് ഇന്ത്യയുടെ വൈസ്രോയി എന്ന വലിയ അധികാരം അവൻ്റെ ചുമലുകളിലുണ്ടായിരുന്നു. അവൻ പഴയ നാവികനല്ല, മറിച്ച് ഒരു സാമ്രാജ്യത്തിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ വന്ന വിട്ടുവീഴ്ചയില്ലാത്ത ഭരണാധികാരിയായിരുന്നു. കൊച്ചിയിലെ കപ്പൽശാലകളിൽ ഇത്തവണ പീരങ്കികളേക്കാൾ കൂടുതൽ കേൾക്കാനുണ്ടായിരുന്നത് കണക്ക് പുസ്തകങ്ങൾ മറിച്ചു നോക്കുന്ന ശബ്ദമായിരുന്നു. അധികാരത്തിൻ്റെ ഉത്തുംഗത്തിൽ നിൽക്കുമ്പോഴും സ്വന്തം ശരീരം തളർന്നു തുടങ്ങുന്നത് തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങൾ. 1524 നവംബർ മാസത്തിൻ്റെ തുടക്കം. കൊച്ചിയിലെ ഭരണസിരാകേന്ദ്രങ്ങളിൽ വാസ്കോഡ ഗാമയുടെ സാന്നിധ്യം ഭയവും ആദരവും ഒരുപോലെ പടർത്തിയിരുന്നു. തൻ്റെ ക്യാബിനിലിരുന്ന് അവൻ ഓരോ രേഖകളും സൂക്ഷ്മമായി പരിശോധിച്ചു. പോർച്ചുഗലിൽ നിന്ന് അയക്കുന്ന മസാലകളിൽ പകുതിയും ഉദ്യോഗസ്ഥർ കരിഞ്ചന്തയിൽ വിൽക്കുന്നുണ്ടെന്ന് അവൻ കണ്ടെത്തി. ഭരണത്തിൽ പടർന്നുപിടിച്ച അഴിമതിയുടെ വേരുകൾ അറുത്തുമാറ്റാൻ അവൻ തീരുമാനിച്ചു. ഓരോ ദിവസവും പുതിയ ഉത്തരവുകൾ പുറത്തുവന്നു. നിയമം ലംഘിക്കുന്ന നാവികരെയും വ്യാപാരികളെയും അവൻ കഠിനമായി ശിക്ഷിച്ചു. തൻ്റെ മുൻഗാമികൾ കാണിച്ച അലംഭാവം ഇനി ഇവിടെ ഉണ്ടാടില്ലെന്ന് അവൻ ഉറപ്പിച്ചു. കൊച്ചിയിലെ തുറമുഖത്ത് കപ്പലുകൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. പായകളിൽ പോർച്ചുഗലിൻ്റെ കുരിശടയാളം കണ്ടാൽ കടലിലെ മറ്റു കപ്പലുകൾ ഇപ്പോഴും ഭയത്തോടെ വഴിമാറി.
സമുദ്രത്തിലെ ആധിപത്യമെന്ന തൻ്റെ സ്വപ്നം ഇപ്പോൾ പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ കായലിലെ ഓളങ്ങൾ കൊട്ടാരത്തിൻ്റെ മതിലുകളിൽ തട്ടുന്ന ശബ്ദം കേൾക്കാം. വാസ്കോഡഗാമ തൻ്റെ ജനാലക്കൽ നിന്നു അങ്ങു ദൂരെ അറബിക്കടലിൽ ചന്ദ്രൻ്റെ വെളിച്ചം ഒരു വെള്ളിപാത തീർക്കുന്നുണ്ട്. ആ വെളിച്ചം അങ്ങു ദൂരെ ലിസ്ബണിലെ തീരങ്ങൾ വരെ നീളുന്നുണ്ടെന്ന് അവന് തോന്നി. അവൻ്റെ മനസ്സിൽ തൻ്റെ ജീവിതത്തിലെ ഓരോ കപ്പൽ യാത്രകളും തെളിഞ്ഞു വന്നു. സയൻസ് എന്ന തീരദേശ നഗരത്തിലെ കൊച്ചുബാലൻ, നക്ഷത്രങ്ങളെ നോക്കി വഴി കണ്ടെത്തിയ യുവാവ്, ആഫ്രിക്കയുടെ തീരങ്ങൾ ചുറ്റി ചരിത്രം കുറിച്ച നാവികൻ. ഇപ്പോൾ അവനെല്ലാം നേടിയിരിക്കുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു അജ്ഞാതമായ ശൂന്യത പടരുന്നുണ്ടായിരുന്നു. വിജയങ്ങൾക്കും അധികാരത്തിനും അപ്പുറം മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന തിരിച്ചറിവ് അവനിലുണർന്നു. ഓരോ തിരമാലയും കരയിൽ വന്നടിയുന്നത് പോലെ തൻ്റെ ജീവിതവും ലക്ഷ്യത്തോടടുക്കുകയാണെന്ന് അവൻ അറിഞ്ഞു. ഈ സമയത്താണ് അവൻ്റെ ശരീരത്തിൽ ആ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. കഴുത്തിൻ്റെ പിൻഭാഗത്ത് അസഹനീയമായ വേദന അവനെ വേട്ടയാടി. രാത്രികളിൽ ഉറക്കം അവനെ വിട്ടുപോയി. കൊച്ചിയിലെ കൊടും ചൂടിൽ അവൻ്റെ ശരീരം വിയർത്തു കുളിച്ചു. എങ്കിലും അവൻ തൻ്റെ പണികൾ നിർത്തിയില്ല. ഓരോ ദിവസവും രാവിലെ അവൻ കപ്പലുകൾ സന്ദർശിക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകാനും സമയം കണ്ടെത്തി. തനിക്ക് വിശ്രമിക്കാൻ സമയമില്ലെന്ന് അവൻ വിശ്വസിച്ചു. പോർച്ചുഗൽ രാജാവിനോടുള്ള കടമ പൂർത്തിയാക്കാതെ തനിക്ക് മടങ്ങാൻ കഴിയില്ലെന്ന് അവൻ മന്ത്രിച്ചു. തൻ്റെ മക്കൾ അവനെ ശുശ്രൂഷിക്കാൻ അടുത്തുണ്ടായിരുന്നു. പിതാവിൻ്റെ ആരോഗ്യത്തിൽ അവർ ആശങ്കാകുലരായിരുന്നു. പക്ഷേ ഗാമിയുടെ കണ്ണുകളിലെ ആ കഠിനമായ തിളക്കം അവരെ പിന്തിരിപ്പിച്ചു. അവൻ സമുദ്രത്തിൻ്റെ മകനായിരുന്നു. സമുദ്രത്തെ പോലെ തന്നെ പരുക്കനും അപ്രവചനീയനും. ഡിസംബർ മാസം പകുതിയായപ്പോഴേക്കും അവൻ്റെ ആരോഗ്യം കൂടുതൽ വഷളായി. അവൻ്റെ കഴുത്തിൽ ഭീകരമായ വീക്കങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അത് അക്കാലത്ത് ഭാരതത്തിലെ തീരങ്ങളിൽ പടർന്നു പിടിച്ചിരുന്ന ഒരുതരം മാറാരോഗമായിരുന്നു. ഓരോ ചലനവും അവനെ വേദന നൽകി. എങ്കിലും അവൻ കിടപ്പിലായിരുന്നില്ല. കസേരയിലിരുന്ന് അവൻ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചു. കൊച്ചിയിലെ തെരുവുകളിൽ ജനങ്ങൾ മന്ത്രിക്കാൻ തുടങ്ങി. മഹാനായ ആ നാവികൻ തളരുകയാണ്. അറബി വ്യാപാരികൾ ആ വാർത്ത കേട്ട് തങ്ങളുടെ പഴയ അധികാരങ്ങൾ തിരിച്ചുപിടിക്കാൻ രഹസ്യമായി നീക്കങ്ങൾ നടത്തി. എന്നാൽ തൻ്റെ രോഗാവസ്ഥയിലും ഗാമിയുടെ ബുദ്ധിക്ക് മങ്ങലേറ്റിരുന്നില്ല. തന്നെ എതിർക്കാൻ ശ്രമിച്ചവരെ അവൻ തൻ്റെ അവസാനത്തെ ശക്തി ഉപയോഗിച്ച് നേരിട്ടു. അധികാരത്തിൻ്റെ കസേരയിലിരിക്കുമ്പോൾ താനൊരു വൈസ്രോയിയാണെന്നും അല്ലാതെ ഒരു രോഗിയല്ലെന്നും അവൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. കപ്പൽശാലയിലെ അന്തരീക്ഷം അപ്പോഴും തിരക്കുള്ളതായിരുന്നു. മസാലകൾ നിറച്ച വലിയ വീപ്പകൾ കപ്പലുകളിലേക്ക് കയറ്റുന്നത് കസേരയിലിരുന്ന് ഗാമ നോക്കി നിന്നു. ഓരോ വീപ്പലിലും പോർച്ചുഗലിൻ്റെ സമൃദ്ധി ഉണ്ടായിരുന്നു. തൻ്റെ ആദ്യ യാത്രയിൽ താൻ കൊണ്ടുവന്ന ആ ചെറിയ അളവ് മസാലകളിൽ നിന്ന് ഇന്ന് ഈ വലിയ കച്ചവട സാമ്രാജ്യം വളർന്നിരിക്കുന്നു. അതിൻ്റെ ഓരോ ചുവടിലും തൻ്റെ രക്തവും വീർപ്പുമുണ്ടെന്ന് അവൻ ഓർത്തു. അങ്ങു ദൂരെ സമുദ്രത്തിൻ്റെ ഇരമ്പം അവനെ ഇപ്പോഴും വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ആ വിളി പായകൾ ഉയർത്താനായിരുന്നില്ല, മരിച്ച് ശാന്തമായി നങ്കൂരമിടാനായിരുന്നു. മരണത്തിൻ്റെ നിഴൽ തൻ്റെ മുകളിൽ വീഴുന്നത് അവൻ തിരിച്ചറിഞ്ഞു. എങ്കിലും അവന് ഭയമില്ലായിരുന്നു. അനേകം തവണ കടലിലെ മരണച്ചുഴികളിൽ നിന്ന് രക്ഷപ്പെട്ടവന് മരണമെന്നത് മറ്റൊരു വലിയ യാത്ര മാത്രമായിരുന്നു. കൊച്ചിയിലെ സായാഹ്നങ്ങൾ അപ്പോഴും മനോഹരമായിരുന്നു. ആകാശം കുങ്കുമ നിറത്തിൽ ചുവന്നു തൊടുത്തു. ചൈനീസ് വലകൾ കടൽ വെള്ളത്തിൽ നിന്ന് പതുക്കെ ഉയർന്നു വരുന്ന കാഴ്ച അവൻ നോക്കി നിന്നു. പ്രകൃതിയുടെ ആ ശാന്തത അവൻ്റെ മനസ്സിനും അല്പം സമാധാനം നൽകി. തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന ആ കപ്പലിലെ ഓരോ നാവികനും തൻ്റെ നേതാവിൻ്റെ അവസ്ഥയിൽ ദുഃഖിതരായിരുന്നു. അവർ കപ്പലിലെ പായകൾ പതുക്കെ താഴ്ത്തി. അന്തരീക്ഷത്തിൽ ഒരുതരം നിശബ്ദത പടർന്നു. നക്ഷത്രങ്ങൾ ഓരോന്നായി ആകാശത്ത് തെളിഞ്ഞു വന്നു. അവ തൻ്റെ പഴയ വഴികാട്ടികളാണെന്ന് ഗാമ തിരിച്ചറിഞ്ഞു. താൻ എവിടെ പോയാലും ഈ നക്ഷത്രങ്ങൾ തന്നെ നിരീക്ഷിക്കുമെന്നവൻ വിശ്വസിച്ചു. തൻ്റെ ജീവിതം മുഴുവൻ സമുദ്രത്തോടും കാറ്റിനോടും പൊരുതിയ ഒരു മനുഷ്യൻ ഇപ്പോൾ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് മുന്നിൽ ശാന്തമായി നിൽക്കുകയാണ്. രാത്രിയുടെ രണ്ടാം യാമത്തിൽ അവൻ്റെ വേദന കൂടി. മരുന്നുകളും പ്രാർത്ഥനകളും അവനെ സഹായിക്കുന്നില്ലെന്ന് തോന്നി. തൻ്റെ ക്യാബിനിലെ മെഴുകുതിരി വെളിച്ചത്തിൽ അവൻ തൻ്റെ വിൽപത്രം തയ്യാറാക്കാൻ ആലോചിച്ചു. തൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി അവനെല്ലാം കരുതിയിരുന്നു. പോർച്ചുഗലിലെ തൻ്റെ വീടിൻ്റെയും തോട്ടത്തിൻ്റെയും ഓർമ്മകൾ അവനെ ഒരൽപ്പം നൊമ്പരപ്പെടുത്തി. തനിക്കിനി ആ മണ്ണിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്ന നാവികൻ്റെ ഹൃദയം മന്ത്രിച്ചു. എങ്കിലും തൻ്റെ അവസാന നിമിഷങ്ങൾ താൻ ഏറ്റവും സ്നേഹിച്ച ഈ മസാലകളുടെ മണ്ണിൽ തന്നെ ആകട്ടെ എന്നവൻ കരുതി. സമുദ്രത്തിൻ്റെ മകൻ സമുദ്രത്തോട് ചേർന്നു തന്നെ ഇല്ലാതാകണം. അത് ചരിത്രത്തിൻ്റെ ഒരു നിയോഗമായിരിക്കാം. പിറ്റേന്ന് രാവിലെ കൊച്ചിയിലെ പള്ളിയിൽ നിന്നുയർന്ന പ്രാർത്ഥനകൾ അവൻ്റെ ചെവിയിലെത്തി. താൻ പടുത്തുയർത്താൻ സഹായിച്ച ഈ സാമ്രാജ്യം ഇനി തൻ്റെ അനുഭവമില്ലാത്ത പുതിയ കൈകളിലേക്ക് പോകാൻ പോവുകയാണ്. തൻ്റെ ഉദ്യോഗസ്ഥരോട് അവൻ വളരെ ശാന്തമായി സംസാരിച്ചു. അഴിമതി കാണിക്കരുതെന്നും രാജാവിനോട് വിശ്വസ്തരായിരിക്കണമെന്നും അവൻ അവസാനമായി അവരെ ഉപദേശിച്ചു. അവൻ്റെ ശബ്ദത്തിൽ പഴയ ആ ഗാംഭീര്യം കുറവായിരുന്നു. പക്ഷേ ആ വാക്കുകൾക്കൊരു വലിയ മനുഷ്യൻ്റെ സത്യസന്ധത ഉണ്ടായിരുന്നു. നാവികർ ഓരോരുത്തരായി അവൻ്റെ മൊഴിയിൽ വന്ന് തലകുനിച്ചു നിന്നു. ലോകം കീഴടക്കിയ ആ വലിയ മനുഷ്യൻ്റെ അവസാനത്തെ പകലുകൾക്ക് അവർ സാക്ഷികളായി. സൂര്യൻ അപ്പോഴും കടൽ വെള്ളത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. തിരമാലകൾ തീരത്ത് വന്ന് തലോടിക്കൊണ്ടിരുന്നു. വാസ്കോഡഗാമ തൻ്റെ കണ്ണുകൾ പതുക്കെ അടച്ചു. തൻ്റെ ചുറ്റും കുരുമുളകിൻ്റെയും കറുവപ്പട്ടയുടെയും ആ ശക്തമായ സുഗന്ധം പടരുന്നത് അവൻ അറിഞ്ഞു. താൻ തേടി വന്ന ആ ലോകം ഇപ്പോൾ തൻ്റെ ഹൃദയമിടിപ്പുകളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. കാറ്റ് ജനാലയിലൂടെ അകത്തേക്ക് വന്ന് അവൻ്റെ നരച്ച മുടിയിഴകളെ തലോടി. അങ്ങ് ദൂരെ ഒരു കപ്പൽ പതുക്കെ ചക്രവാളത്തിലേക്ക് മറിയുന്നത് അവൻ തൻ്റെ മനക്കണ്ണിൽ കണ്ടു. ഒരു വലിയ യാത്രയുടെ അന്ത്യം അത് അടുത്തു വരികയാണ്.
കാറ്റു പതുക്കെ വീശുന്നു. കടൽത്തിരകൾ കപ്പലിൻ്റെ മരത്തോട് പതുക്കെ ഇടിച്ചു തെറിക്കുന്നു. കൊച്ചിയിലെ ആ തണുത്ത രാത്രിയിൽ സമുദ്രം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാവികൻ്റെ അന്ത്യനിമിഷങ്ങൾക്കായി ശാന്തമായി കാത്തിരിക്കുകയാണ്. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിക്കടുത്തുള്ള ആ ചെറിയ മാളികയിൽ നിശബ്ദത ഭാരമായി അനുഭവപ്പെട്ടു. പുറത്ത് അറബിക്കടലിൻ്റെ തിരമാലകൾ തീരത്ത് വന്നിടിക്കുന്ന ശബ്ദം മുറിക്കുള്ളിലേക്ക് അരിച്ചെത്തുന്നുണ്ടായിരുന്നു. ആ ശബ്ദം വാസ്കോയ്ക്ക് വളരെ പരിചിതമായിരുന്നു. അതവനെ തൻ്റെ പഴയ യാത്രകളിലേക്ക് തിരികെ കൊണ്ടുപോയി. 64 വർഷത്തെ ജീവിതം ഒരു നിമിഷം പോലെ അവൻ്റെ കൺമുന്നിലൂടെ കടന്നുപോയി. അവൻ തൻ്റെ മക്കളായ എസ്തേവാവോയെയും പൗലോയെയും അരികിലേക്ക് വിളിച്ചു. അവൻ്റെ ശബ്ദം വളരെ നേർത്തതായിരുന്നു, എങ്കിലും അതിലൊരു കമാൻഡറുടെ അധികാരം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. എൻ്റെ യാത്ര അവസാനിക്കാൻ പോകുന്നു, അവൻ മന്ത്രിച്ചു. തൻ്റെ മക്കൾ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ലോകം മുഴുവൻ പേടിച്ച ആ കൈകൾ ഇപ്പോൾ വിറയ്ക്കുകയായിരുന്നു. താൻ പടുത്തുയർത്തിയ ഈ സാമ്രാജ്യം ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് അവൻ അവരോട് വിശദീകരിച്ചു. ഓരോ വാക്കിനും വലിയൊരു ചരിത്രത്തിൻ്റെ ഭാരമുണ്ടായിരുന്നു. 1524 ഡിസംബർ മാസം 24-ാം തീയതി, ക്രിസ്മസ് രാവ്. പോർച്ചുഗലിലെ ലിസ്ബണിലും സയൻസിലും പള്ളിമണികൾ മുഴങ്ങുന്ന സമയമാണിത്. ആളുകൾ ആഘോഷങ്ങളിൽ മുഴുകി നിൽക്കുന്ന സമയം. പക്ഷേ അങ്ങ് ദൂരെ, ഭാരതത്തിൻ്റെ ഈ തീരത്ത്, ഒരു ചരിത്രം അവസാനിക്കാനൊരുങ്ങുന്നു. വാസ്കോഡ ഗാമ തൻ്റെ കട്ടിലിൽ കിടന്നുകൊണ്ട് ജനാലയിലൂടെ ആകാശത്തേക്ക് നോക്കി. അവിടെ നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഈ നക്ഷത്രങ്ങളാണ് തന്നെ അജ്ഞാതമായ വഴികളിലൂടെ നയിച്ചത്. സമുദ്രത്തിലെ ആ വലിയ ഏകാന്തതയിൽ തനിക്ക് കൂട്ടുണ്ടായിരുന്നത് ഇവരായിരുന്നു. അവൻ കണ്ണുകൾ പതുക്കെ അടച്ചു. തൻ്റെ ആദ്യത്തെ യാത്രയിൽ ആഫ്രിക്കയുടെ തീരങ്ങൾ കണ്ട ആ നിമിഷം അവൻ ഓർത്തു. ബാർത്തലോമിയോ ഡയസ് നൽകിയ ആ പഴയ ഭൂപടം അവൻ്റെ മനക്കണ്ണിൽ തെളിഞ്ഞു. എത്രയോ മനുഷ്യർ, എത്രയോ കപ്പലുകൾ, എല്ലാം ഈ ഒരൊറ്റ മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിന് പിന്നിൽ അണിനിരന്നവരായിരുന്നു. പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ സാമൂദ്രിയുടെ മുഖം തെളിഞ്ഞു. കോഴിക്കോട്ടെ ആ വലിയ കൊട്ടാരം, താൻ ചെയ്ത പീരങ്കി ആക്രമണങ്ങൾ, കത്തിയെരിഞ്ഞ അങ്ങാടികൾ, സമുദ്രത്തിൽ താൻ കൊന്നുതള്ളിയ നിസ്സഹായരായ മനുഷ്യർ. ആ ഓർമ്മകൾ ഒരു നിമിഷം അവൻ്റെ ഹൃദയത്തിൽ നോവുണ്ടാക്കി കാണും. അധികാരത്തിൻ്റെ ലഹരിയിൽ താൻ ചെയ്ത പല കാര്യങ്ങളും ഒരുപക്ഷെ ശരിയായിരുന്നില്ല എന്ന് ആ അവസാന നിമിഷങ്ങളിൽ അവൻ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ അന്ന് താൻ ഒരു നാവികൻ മാത്രമായിരുന്നില്ല, ഒരു രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്നു. തൻ്റെ രാജാവിനു വേണ്ടി താൻ ചെയ്തതെല്ലാം നീതീകരിക്കപ്പെടുമെന്ന് അവൻ സ്വയം ആശ്വസിച്ചു. സമുദ്രം എപ്പോഴും ക്രൂരമാണ്. അത് കീഴടക്കണമെങ്കിൽ ഒരുവനും ക്രൂരനാകേണ്ടി വരുമെന്ന് അവൻ വിശ്വസിച്ചു. എങ്കിലും ആ മുറിയിലെ നിശബ്ദതയിൽ ആ പഴയ ഓർമ്മകൾ അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അർദ്ധരാത്രിയായി. കൊച്ചിയുടെ പള്ളികളിൽ നിന്ന് ക്രിസ്മസ് പ്രാർത്ഥനകൾ ഉയർന്നു കേൾക്കാൻ തുടങ്ങി. ആ സംഗീതം വാസ്കോയുടെ കാതുകളിൽ ഒരു താരാട്ട് പോലെ അനുഭവപ്പെട്ടു. തൻ്റെ രോഗത്തിൻ്റെ വേദന പതുക്കെ മാറുന്നതായി അവന് തോന്നി. ശരീരം ഒരു ഭാരമില്ലാത്ത വസ്തുവായി മാറുന്നതുപോലെ. തൻ്റെ ചുറ്റും ഒരു വലിയ പ്രകാശം പരക്കുന്നത് അവൻ കണ്ടു. അത് ലിസ്ബണിലെ സന്ധ്യാസമയത്തെ സൂര്യപ്രകാശമാണോ അതോ അറബിക്കടലിലെ തിരമാലകളിൽ തട്ടി പ്രതിഫലിക്കുന്ന ചന്ദ്രവെളിച്ചമാണോ എന്ന് അവന് മനസ്സിലായില്ല. അവൻ തൻ്റെ പിതാവിനെ ഓർത്തു. എസ്തേവാവോഡ ഗാമ. തൻ്റെ മകൻ ഒരു ദിവസം ലോകം കീഴടക്കുമെന്ന് അദ്ദേഹം അന്ന് സയൻസിലെ ആ തീരത്തിരുന്ന് പറഞ്ഞിരുന്നു. അന്ന് താൻ കണ്ട ആ ചെറിയ സ്വപ്നം ഇന്നൊരു വലിയ ചരിത്രമായി മാറിയിരിക്കുന്നു. പതുക്കെ പതുക്കെ അവൻ്റെ ശ്വാസം നിലച്ചു തുടങ്ങി. മുറിയിലുണ്ടായിരുന്ന നാവികരും ഉദ്യോഗസ്ഥരും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. ലോകത്തെ രണ്ടറ്റങ്ങളെ കടൽപാതയിലൂടെ ബന്ധിപ്പിച്ച ആ മനുഷ്യൻ തൻ്റെ അവസാനത്തെ ശ്വാസം ഭാരതത്തിൻ്റെ ഈ മണ്ണിൽ ഉപേക്ഷിക്കാൻ തയ്യാറായി. കാറ്റ് പതുക്കെ വീശുന്നുണ്ടായിരുന്നു. പുറത്ത് കപ്പൽശാലകളിൽ നിർത്തിയിട്ടിരുന്ന കപ്പലുകളിലെ പായകൾ പതുക്കെ ആടി. സമുദ്രം തൻ്റെ അധിപന് അവസാനമായി വിട നൽകുകയായിരുന്നു. വാസ്കോഡ ഗാമ എന്ന പേര് ഇനി വെറുമൊരു പേരല്ല, മറിച്ച് അതൊരു ഇതിഹാസമാണ്. 1524 ഡിസംബർ മാസം 24-ാം തീയതിയുടെ ആ അവസാന നിമിഷങ്ങളിൽ ആ വലിയ നാവികൻ എന്നേക്കുമായി കണ്ണുകളടച്ചു. മുറിയിലൊരു വലിയ നിശബ്ദത പടർന്നു. മെഴുകുതിരികൾ ഓരോന്നായി അണഞ്ഞു. കൊച്ചിയിലെ ആ ചെറിയ മാളികയിൽ ഒരു കാലഘട്ടം അവസാനിച്ചു. അടുത്ത ദിവസം രാവിലെ ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. വൈസ്രോയി അന്തരിച്ചു. കപ്പലുകളിലെ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടി. ലിസ്ബണിലെ രാജാവിനെ ഈ വാർത്ത അറിയിക്കാൻ ഒരു വേഗതയേറിയ കപ്പൽ അന്ന് തന്നെ പുറപ്പെട്ടു. കൊച്ചിയിലെ തെരുവുകളിലൂടെ ആ വലിയ നാവികന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നുപോയി. കോഴിക്കോടിനെ വിറപ്പിച്ച സമുദ്രങ്ങളെ കീഴടക്കിയ ആ മനുഷ്യൻ ഇപ്പോൾ വളരെ ശാന്തനായി ഉറങ്ങുകയായിരുന്നു. അവനെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ വലിയ ആദരവോടെ അടക്കം ചെയ്തു. ആ പള്ളിയുടെ തണുത്ത തറക്കടിയിൽ മസാലകളുടെയും ഉപ്പുകാറ്റിൻ്റെയും നടുവിൽ അവൻ തൻ്റെ നിത്യനിദ്ര ആരംഭിച്ചു. ദിവസങ്ങൾ കടന്നുപോയി.
കൊച്ചിയിലെ കായൽ പരപ്പിൽ അപ്പോഴും കപ്പലുകൾ വന്നു പോകുന്നുണ്ടായിരുന്നു. വാസ്കോഡ ഗാമ സ്ഥാപിച്ച ആ വലിയ കച്ചവട സാമ്രാജ്യം അവനില്ലാതെയും മുന്നോട്ട് നീങ്ങി. പക്ഷേ ഓരോ നാവികനും ആ പള്ളിക്ക് മുന്നിലൂടെ പോകുമ്പോൾ ആദരവോടെ തലകുനിച്ചു. അജ്ഞാതമായ വഴികളിലൂടെ തങ്ങളെ നയിച്ച ആ വലിയ വെളിച്ചം അണഞ്ഞുപോയിരിക്കുന്നു. തൻ്റെ മക്കൾ പിന്നീട് അവൻ്റെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് തിരികെ കൊണ്ടുപോയി. എങ്കിലും ചരിത്രത്തിൻ്റെ താളുകളിൽ വാസ്കോഡ ഗാമയുടെ പേര് കൊച്ചിയിലെ ആ തീരങ്ങളുമായി എന്നും ചേർന്നു നിന്നു. സമുദ്രം അപ്പോഴും പഴയതുപോലെ ഇരമ്പിക്കൊണ്ടിരുന്നു. തിരമാലകൾ ഓരോന്നായി കാരിയിൽ വന്നടിച്ചുകൊണ്ടിരുന്നു. അവ മന്ത്രിച്ചത് ഒരു വലിയ സാഹസികന്റെ കഥയായിരുന്നു. ഈ രാത്രിയിൽ നാം ഈ കഥ കേൾക്കുമ്പോൾ ആ പഴയ കൊട്ടാരമുറിയിലെ നിശബ്ദത നമുക്കും അനുഭവിക്കാൻ കഴിയും. ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് ലോകത്തിന്റെ ഭൂപടത്തെ മാറ്റിമറിച്ചതെന്ന് നാം കാണുന്നു. പണമോ ഭക്ഷണമോ ആയിരുന്നില്ല അവനെ നയിച്ചത്, മറിച്ച് അജ്ഞാതമായതിനെ കണ്ടെത്താനുള്ള ഒരു അടങ്ങാത്ത ദാഹമായിരുന്നു. ആ ദാഹം അവനെ സമുദ്രത്തിന്റെ അധിപനാക്കി. പക്ഷേ ഒടുവിൽ ആ സമുദ്രം തന്നെ അവനെ ശാന്തമായ ഉറക്കത്തിലേക്ക് ആനയിച്ചു. രാത്രിയുടെ ഈ നിശബ്ദതയിൽ കപ്പലിന്റെ പായകൾ പതുക്കെ കാറ്റിലാടുന്നത് സങ്കല്പിച്ചു നോക്കൂ. ആ വലിയ നാവികൻ ഇപ്പോഴെവിടെയോ ഒരു നക്ഷത്രമായി തിളങ്ങുന്നുണ്ടാകാം. തൻ്റെ പഴയ കപ്പലായ സെന്റ് ഗേബ്രിയലിലിരുന്ന് അവൻ ഇപ്പോഴും സമുദ്രങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാകാം. കാറ്റ് പതുക്കെ വീശുന്നു. കടൽ തിരകൾ കപ്പലിന്റെ മരത്തോട് പതുക്കെ ഇടിച്ചു തെറിക്കുന്നു. കൊച്ചിയിലെ ശാന്തമായ ആ പള്ളിമുറ്റത്ത് ഒരു വലിയ യാത്രയുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുകയാണ്. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയുടെ തണുത്ത കൽത്തറയ്ക്കടിയിൽ ആ വലിയ നാവികൻ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ പുറത്ത് ലോകം മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. 1524 ആ ക്രിസ്മസ് രാവിൽ വാസ്കോഡ ഗാമ എന്ന ഇതിഹാസം തൻ്റെ അവസാനത്തെ ശ്വാസം ഈ മണ്ണിൽ ഉപേക്ഷിച്ചു. സമുദ്രങ്ങളുടെ അധിപനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ മനുഷ്യൻ ഒടുവിൽ താൻ തേടിവന്ന മസാലകളുടെ മണ്ണിൽ തന്നെ ലയിച്ചു ചേർന്നു. പള്ളിയുടെ ഉള്ളിലെ മെഴുകുതിരി വെളിച്ചപ്പിൽ അവൻ്റെ കല്ലറ നിശബ്ദമായി കിടന്നു. പക്ഷേ അവൻ തുറന്നുവിട്ട ആ വലിയ കവാടത്തിലൂടെ ചരിത്രം ഒരു പ്രവാഹം പോലെ ഒഴുകിക്കൊണ്ടിരുന്നു. ഒരു മനുഷ്യൻ്റെ അന്ത്യത്തിനു ശേഷവും സമുദ്രങ്ങളിൽ അവശേഷിക്കുന്ന അവൻ്റെ നിഴലുകളുടെയും ലോകത്തിൻ്റെ ഭൂപടത്തിൽ അവൻ കുത്തിവെച്ച മാറ്റങ്ങളുടെയും കഥ. 1524 ആ തണുത്ത ഡിസംബർ മാസത്തിനു ശേഷം കൊച്ചിയിലെയും ഗോവയിലെയും തെരുവുകളിൽ പോർച്ചുഗീസുകാർ തങ്ങളുടെ ആധിപത്യം കൂടുതൽ കർക്കശമാക്കി. വാസ്കോഡ ഗാമ സ്ഥാപിച്ച ആ വലിയ സാമ്രാജ്യം ഇപ്പോൾ അറബിക്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. സമുദ്രത്തിലൂടെ നീങ്ങുന്ന ഓരോ പായ്ക്കപ്പലും പോർച്ചുഗലിൻ്റെ അനുവാദം തേടി. മസാലകളുടെ വിപണിയിൽ ലിസ്ബൺ നഗരം ലോകത്തിൻ്റെ തലസ്ഥാനമായി മാറി. യൂറോപ്പിലെ രാജാക്കന്മാരും വ്യാപാരികളും പോർച്ചുഗലിൻ്റെ ഈ വളർച്ചയെ അത്ഭുതത്തോടെ നോക്കി നിന്നു. കടലിലെ ആ ചുവന്ന കുരിശടയാളം ഇപ്പോൾ അധികാരത്തിൻ്റെ പുതിയൊരു ചിഹ്നമായി മാറിയിരുന്നു. സമുദ്രം ഒരിക്കലും പഴയതുപോലെയായിരുന്നില്ല. അതിപ്പോൾ ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പാലമായി മാറിയിരിക്കുന്നു. വർഷങ്ങൾ പതുക്കെ കടന്നുപോയി. ഏകദേശം 15 വർഷത്തോളം വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിലെ ആ പള്ളിയുടെ മണ്ണിൽ തന്നെ വിശ്രമിച്ചു. 1539 അവൻ്റെ മകൻ സാൻഡയുടെ നേതൃത്വത്തിൽ ആ ശരീരം പോർച്ചുഗലിലേക്ക് തിരികെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതൊരു വലിയ യാത്രയായിരുന്നു. അന്ന് കപ്പലിലെ ഒരു ചെറിയ പെട്ടിയിൽ അടക്കം ചെയ്തത് വെറുമൊരു നാവികനെയല്ല, മറിച്ച് ലോകത്തിൻ്റെ ചരിത്രം മാറ്റിയ ഒരു വലിയ അധ്യായത്തെയായിരുന്നു. കപ്പൽ കൊച്ചി തീരം വിടുമ്പോൾ അറബിക്കടലിലെ തിരമാലകൾ ആ മരപ്പലകകളിൽ തട്ടി വിങ്ങുന്നതുപോലെ തോന്നി. വർഷങ്ങൾക്ക് മുമ്പ് താൻ ആദ്യമായി കണ്ട ആ മലബാർ തീരത്തോട് അവൻ എന്നേക്കുമായി യാത്ര പറഞ്ഞു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കാറ്റുകൾ അവനെ തൻ്റെ ജന്മനാട്ടിലേക്ക് സ്വീകരിക്കാൻ തയ്യാറായി നിന്നു. പോർച്ചുഗലിലെ വിഡിഗ്വേര എന്ന സ്ഥലത്ത് താൻ സ്നേഹിച്ച ആ ഒലീവ് തോട്ടങ്ങൾക്കിടയിൽ അവനെ വീണ്ടും അടക്കം ചെയ്തു. തൻ്റെ കുടുംബത്തിൻ്റെ തണലിൽ സ്വന്തം രാജ്യത്തിൻ്റെ മണ്ണിൽ അവൻ ശാന്തമായി ഉറങ്ങി. പക്ഷേ വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും ശേഷം പോർച്ചുഗീസ് രാജ്യം തൻ്റെ ഏറ്റവും വലിയ നായകന് ഉചിതമായ ഒരിടം നൽകാൻ തീരുമാനിച്ചു. ലിസ്ബണിലെ ബലമിലുള്ള പടുകൂറ്റൻ ജെറോണിമോസ് ആശ്രമം. 1880കളിൽ അവൻ്റെ ഭൗതിക ശരീരം അവിടേക്ക് മാറ്റി. താൻ ആദ്യമായി യാത്ര തിരിച്ച ടാഗസ് നദിക്കരയിലെ ആ വലിയ ഗോപുരത്തിനടുത്തു തന്നെ അവൻ ഇന്നും വിശ്രമിക്കുന്നു. കല്ലിൽ കൊത്തിയെടുത്ത അവൻ്റെ രൂപം ഇന്നും അങ്ങ് ദൂരെ സമുദ്രത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. സമുദ്രം എപ്പോഴും അവൻ്റെ ഹൃദയമിടിപ്പുകളിലുണ്ടായിരുന്നു എന്നതിൻ്റെ അടയാളമായി അതിന്നും നിലനിൽക്കുന്നു. വാസ്കോഡ ഗാമ എന്ന മനുഷ്യൻ ചരിത്രത്തിൽ വലിയൊരു വൈരുദ്ധ്യമായിരുന്നു. ഒരു വശത്ത് അവൻ ലോകത്തിൻ്റെ രണ്ടറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച മഹാനായ സാഹസികനാണ്. മറുവശത്ത് അധികാരത്തിനായി സമുദ്രങ്ങളിൽ രക്തമൊഴുക്കിയ ഒരു കഠിന ഹൃദയനും. പക്ഷേ ചരിത്രത്തിൻ്റെ തുലാസിൽ നോക്കിയാൽ അവൻ്റെ ദൗത്യം നിർവഹിച്ച ആ മാറ്റങ്ങൾ വിവരിക്കാൻ കഴിയില്ല. മസാലകളുടെ വ്യാപാരം യൂറോപ്പിലെ ജനങ്ങളുടെ രുചി മാത്രമല്ല മാറ്റിയത്, മറിച്ച് അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ഉടച്ചു വാർത്തു.
ഇന്ത്യയെയും കിഴക്കൻ ഏഷ്യയെയും യൂറോപ്പിൻ്റെ കൺമുന്നിലെത്തിച്ച ആ വലിയ സാഹസികത വരും നൂറ്റാണ്ടുകളിൽ അനേകം സഞ്ചാരികൾക്ക് പ്രചോദനമായി. ഭൂപടങ്ങളിലെ അജ്ഞാതമായ ഭാഗങ്ങളിൽ അവൻ തൻ്റെ കപ്പൽപ്പട നയിച്ചപ്പോൾ ലോകം കൂടുതൽ ചെറുതാകുകയായിരുന്നു. മനുഷ്യരാശിയുടെ ചരിത്രം ഗാമയ്ക്ക് മുമ്പും ഗാമയ്ക്ക് ശേഷവും എന്ന് 2 ഭാഗങ്ങളായി തിരിക്കാൻ മാത്രം വലിയതായിരുന്നു അവൻ്റെ സ്വാധീനം. രാത്രിയുടെ നിശബ്ദതയിൽ ലിസ്ബണിലെ ആ പഴയ പള്ളിമുറ്റത്തോ അല്ലെങ്കിൽ കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലോ നാം നിൽക്കുമ്പോൾ വായുവിൽ ഇപ്പോഴും ആ കപ്പൽ പായകളുടെ ശബ്ദം കേൾക്കാം. കാറ്റ് പതുക്കെ വീശുമ്പോൾ അത് മന്ത്രിക്കുന്നത് വലിയ തിരമാലകളെയും ഭയപ്പെടുത്തുന്ന കൊടുങ്കാറ്റുകളെയും കുറിച്ചായിരിക്കും. വാസ്കോഡ ഗാമയുടെ കപ്പലായ സെൻറ്റ് ഗേബ്രിയൽ ഇന്നും സമുദ്രത്തിൻ്റെ ആഴങ്ങളിലെവിടെയോ ഒരു നിഴലായി നീങ്ങുന്നുണ്ടാകാം. തൻ്റെ നാവികരോടൊപ്പം നക്ഷത്രങ്ങളെ നോക്കി വഴി കണ്ടെത്തുന്ന ആ കമാൻഡർ ഇന്നും നമ്മുടെ ഭാവനകളിൽ ജീവിക്കുന്നു. മസാലകളുടെ ഗന്ധമുള്ള ആ കാറ്റ് ഇന്നും അറബിക്കടലിൽ നിന്ന് ഉയരുമ്പോൾ അത് ആ പഴയ പോർച്ചുഗീസ് നാവികൻ്റെ സാഹസികതകളെ നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നു. സമുദ്രം ഒരു വലിയ കഥാകാരനാണ്. അത് തിരമാലകളിലൂടെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം മണലിൽ എഴുതുകയും മായ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ വാസ്കോഡ ഗാമയുടെ പേര് ആ തിരമാലകൾക്ക് ഒരിക്കലും മായ്ക്കാൻ കഴിഞ്ഞില്ല. ലോകത്തിൻ്റെ അറ്റത്തേക്ക് യാത്ര ചെയ്ത ആ മനുഷ്യൻ നമുക്ക് കാണിച്ചു തന്നത് മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ അതിരുകളാണ്. കടലിലെ ഉപ്പും കപ്പലിലെ വിശപ്പും മരണത്തിൻ്റെ ഭയവും അവനെ തടഞ്ഞില്ല. ലക്ഷ്യസ്ഥാനത്തെത്താൻ അവൻ സമുദ്രത്തോട് മല്ലിട്ടു. ഒടുവിൽ സമുദ്രം അവന് കീഴടങ്ങി. ചരിത്രത്തിലെ ആ വലിയ യാത്രയുടെ സ്മരണകളിൽ ഇന്നും സമുദ്രം ശാന്തമായി ഗർജിക്കുന്നു. ഈ ചരിത്ര സ്വപ്നത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമുക്കൊരിക്കൽ കൂടി ആ കപ്പലിൻ്റെ ഡെക്കിലേക്ക് പോകാം. അവിടെ നക്ഷത്രങ്ങൾ ആകാശത്തു നിരന്നു നിൽക്കുന്നു. ചുറ്റും അനന്തമായ ജലപ്പരപ്പ്. കാറ്റു പതുക്കെ പായകളിൽ തട്ടുമ്പോഴുണ്ടാകുന്ന ആ മർമ്മരം. വാസ്കോഡ ഗാമ തൻ്റെ ദൂരദർശിനിയിലൂടെ ദൂരേക്ക് നോക്കുന്നു. അവൻ കാണുന്നത് വെറുമൊരു കരയല്ല, മറിച്ച് മനുഷ്യരാശിയുടെ പുതിയൊരു ഭാവിയാണ്. ആ ഭാവിയുടെ ശില്പിയായി അവൻ ചരിത്രത്തിൽ എന്നും നിലനിൽക്കും. നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ സമുദ്രത്തിൻ്റെ കഥകൾ ഒരിക്കലും അവസാനിക്കില്ല. ഓരോ പുതിയ തിരമാലയും പുതിയൊരു കഥയുമായാണ് കരയിലേക്ക് വരുന്നത്. ഇപ്പോൾ നക്ഷത്രങ്ങൾ ശാന്തമായി തിളങ്ങുന്നു. കടൽക്കാറ്റ് പതുക്കെ നിങ്ങളെ തലോടുന്നു. ചരിത്രത്തിൻ്റെ ഈ വലിയ യാത്രയിൽ നാം ഒപ്പമുണ്ടായിരുന്നു. ആ പഴയ കപ്പലുകൾ പതുക്കെ മടക്കയാത്ര തുടങ്ങുകയാണ്. അവയുടെ വിളക്കുകൾ ദൂരചക്രവാളത്തിൽ മങ്ങുന്നു. സമുദ്രം ഇപ്പോൾ പൂർണ്ണമായും ശാന്തമാണ്. തിരമാലകളുടെ ആ താലോലത്തിൽ പഴയ കാലഘട്ടത്തിൻ്റെ മർമ്മരങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ഈ യാത്ര അവസാനിപ്പിക്കാം. വിദൂരമായ ആ മസാലകളുടെ ദേശത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ആ വലിയ നാവികൻ്റെ കഥകൾ ഹൃദയത്തിൽ സൂക്ഷിക്കാം. കാറ്റു പതുക്കെ വീശുന്നു. കടൽ തിരകൾ കപ്പലിൻ്റെ മരത്തോട് പതുക്കെ ഇടിച്ചു തെറിക്കുന്നു. അനന്തമായ സമുദ്രത്തിൻ്റെ നിശബ്ദതയിൽ വാസ്കോഡ ഗാമയുടെ ഇതിഹാസം ശാന്തമായി ഉറങ്ങുന്നു.